+2 വിവിധ ബോർഡുകളുടെ പരീക്ഷയിൽ ഏറ്റവും മികച്ച വിജയം നേടിയ നമ്മുടെ കുടുംബത്തിലെ മിടുമിടുക്കരായ കുട്ടികളോടൊപ്പമാണ് ഞാനുള്ളത്. ഔപചാരികമായി കുടുംബ സംഗമത്തിന്റെ ഭാഗമായി ഒരു സമ്മാനദാനമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ കുറഞ്ഞ വാക്കുകളിൽ പ്രധാനപ്പെട്ട ചില മേഖലകൾ മാത്രം നമുക്ക് സംസാരിക്കാം. അതിനുശേഷം നമുക്ക് സംശയ നിവാരണം നടത്താം. നിങ്ങൾക്ക് ഉണ്ടാവുന്ന വിവിധ മേഖലകളെ കുറിച്ചുള്ള സംശയങ്ങളും കൂടി കവർ ചെയ്യാം. ഓക്കെ, അപ്പൊ നേരത്തെ അബ്ദുൽ അലി കാക്ക വളരെ വിശദമായി എല്ലാ കാര്യങ്ങളെ കുറിച്ച് സംസാരിച്ചു. അതായത് ഒരു വലിയ പ്രൗഡായിട്ടുള്ള ഒരു പാരമ്പര്യം, പ്രൗഢമായ പാരമ്പര്യം എന്ന് പറയുന്നത് പോലെ തന്നെ അങ്ങേയറ്റം അഭിമാനിക്കാവുന്ന ഒരു പാരമ്പര്യമുള്ള കുടുംബമാണ് നമ്മൾ. അത് നമ്മൾ സമൂഹത്തിൽ ഇറങ്ങി ചെല്ലുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ കേട്ടോ. ഇപ്പൊ ഞാൻ മുറ്റത്തെ മുല്ലക്ക് അതിന്റെ മണം അറിയില്ല, അതുപോലെയാണ് എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ഞാൻ ട്രെയിനിൽ യാത്ര ചെയ്തപ്പം ഞാനും എൻ്റെ മകനും വേറെ വേറെ കമ്പാർട്ട്മെന്റിലാണ്. അപ്പം അവനോട് പേര് ചോദിച്ചിങ്ങനെ ഞങ്ങൾ വാഴക്കാടേക്കാണ് വരുന്നത്. അപ്പോൾ വാഴക്കാട് വന്നപ്പോൾ വാഴക്കാട് എവിടെ എന്ന് പറഞ്ഞിട്ട് നേരെ ചോദിച്ചു. പിന്നെ MT അതായത് ഇനീഷ്യൽ കൊണ്ട് നമ്മൾ ഐഡന്റിഫൈ ചെയ്യപ്പെടുക അല്ലെങ്കിൽ നമ്മുടെ പാരമ്പര്യത്തിന്റെ വെളിച്ചത്തിൽ നമ്മൾ അറിയപ്പെടുക എന്നുള്ളത് അത് അപൂർവം, ജന്മം കൊണ്ട് മാത്രം ലഭിക്കുന്ന ഭാഗമാണ്. കർമ്മം കൊണ്ടാണ് പിന്നീട് നമ്മളത് തെളിയിക്കേണ്ടത്. അതിൻ്റെ പാഥേയത്തിലാണ് നിങ്ങളുള്ളത്. ജന്മം കൊണ്ട് ഭാഗ്യം സിദ്ധിച്ചവരാണ് നമ്മൾ. അത് കർമ്മം കൊണ്ട് പൂർത്തീകരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ഒരു കാര്യം. അങ്ങനെ കർമ്മപഥത്തിലേക്ക് ഇറങ്ങണമെങ്കിൽ നമുക്ക് എന്ത് വേണം നിങ്ങൾ പറ. ഒരു കർമ്മപഥത്തിലേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലുമ്പോൾ അവിടെ എന്ത് വേണം? നമുക്ക് 10ാം ക്ലാസ്സിൽ നമ്മുടെ ലക്ഷ്യം എന്തായിരുന്നു? നോർമലി ഒരു കുട്ടീൻ്റെ ലക്ഷ്യം എന്തായിരിക്കും? ഫുൾ A+ വാങ്ങണം, അല്ലെ ഫുൾ A1 വാങ്ങണം. ഇതാണ് ലക്ഷ്യം അല്ലേ? അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ എന്താണ്? അവിടെയും മികച്ച വിജയം കൈവരിക്കണം എന്നാണ്. അപ്പൊ നോർമലി എന്താണ് ആ ഫുൾ A+ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ്? ലക്ഷ്യമാണ് അല്ലേ? അപ്പൊ ഏതൊരു കർമ്മപഥത്തിലേക്ക് ഇറങ്ങുമ്പോഴും നമ്മൾ അവിടെ എന്ത് ചെയ്യണം? ഒരു കറക്റ്റായ ലക്ഷ്യം വേണം അല്ലേ? ഡോക്ടർ APJ അബ്ദുൽ കലാം പറഞ്ഞ പോലെ ആ ലക്ഷ്യം നമ്മളെ ഉറങ്ങാൻ അനുവദിക്കാത്തതാവണം അല്ലേ? അല്ല നമ്മുടെ വീട്ടിലേക്ക് നമ്മൾ കൊണ്ടുതരുമൊന്നുമില്ല ആരും അല്ലേ? നോർമലി നമ്മൾ എന്താ വിചാരിക്കുക? നമുക്ക് എല്ലാവർക്കും അത്യാവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ട്. പിന്നെ എൻ്റർടൈൻമെൻറ്റ് ഉണ്ട്, പണത്തിന് പണം പാരൻസ് പ്രൊവൈഡ് ചെയ്യും, പിന്നെ യാത്രകൾ നമ്മൾ നടത്തുന്നുണ്ട്. ഇങ്ങനെയൊക്കെ പോയാൽ മതി എന്ന് വിചാരിച്ച ഒരു ലേസിനെസ് പൊതുവേ പുതിയ ജനറേഷനിൽ കണ്ടുവരുന്നുണ്ട്. അത് ജനറേഷൻ്റെ കുറ്റമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അത്ര മതി എന്നുള്ളൊരു തോന്നൽ അല്ലേ? അതേസമയം ഒരുപാട് ഇൻപുട്ട് എടുത്ത് ഒരുപാട് എഫേർട്ട് എടുത്ത് നന്നായിട്ട് പഠിച്ചു വരുന്ന ഒരു വിഭാഗം കുട്ടികളുണ്ട്. ഇപ്പം 2 എക്സ്ട്രീം എൻഡിൻ്റെ ഇടയിൽ നിന്നിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ അത്രയധികം മത്സരമുള്ളൊരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നതെന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കണം അല്ലേ? നമ്മുടെ കുടുംബത്തിൻ്റെ മഹിമ കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ പിന്നെ ബാപ്പയുടെയോ ഉമ്മയുടെയോ കഴിവ് കൊണ്ടോ ഒന്നും ഈ ഒരു കാലത്ത് എന്തില്ല ഇനി പഠനത്തിന് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അറിയുന്ന ആൾക്കാർ കൈ പൊക്കാൻ. ഓക്കെ, ഇവിടെ 2-3 പേര് ആൻസർ പറഞ്ഞു. എന്താണ് ChatGPT? എന്താ ChatGPTന്റെ പ്രത്യേകത? AI എനേബിൾഡ് ആയിട്ടുള്ള, നിങ്ങൾ എന്ത് ചോദിച്ചാലും അതിന് ഉത്തരമുണ്ട് അല്ലേ? ഏത് വിധത്തിൽ ചോദിച്ചാലും അതിന് ഉത്തരം. മെയിലായിട്ടൊക്കെ എല്ലാവർക്കും വേണം എന്നൊക്കെ പറഞ്ഞ് സാറ് ഞങ്ങളോട് വലിയ കാര്യത്തിൽ പറയുമ്പോൾ ഞങ്ങൾക്കിതൊരു അത്ഭുതമായിരുന്നു. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞ് അവസാനം പറഞ്ഞു കുറേ കാലം കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കയ്യിൽ വെച്ചിട്ട് സിനിമ കാണാം എന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ ഇപ്പം നടക്കുന്ന കാര്യമാണോ എന്ന് ആലോചിച്ചൊരു കാലം ഉണ്ടായിരുന്നു. ഇപ്പം നമുക്ക് നടക്കാത്തതായിട്ട് ഒന്നുമില്ല എന്ന് തീരുമാനിച്ചൊരു കാലത്താണ് നമ്മളുള്ളത് അല്ലേ? അപ്പം അത്രയധികം ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയ ഒരു സൊസൈറ്റിയിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആരാ? CV രാമൻ. വെരി ഗുഡ്. ആരെ? PV സിന്ധു, ഗൂഗിളിന്റെ CEO. പേരെന്താ? സുന്ദർ പിച്ചെ അല്ലേ? പേരൊക്കെ നിങ്ങൾ പറഞ്ഞില്ലേ? ഇതാരാ? മുസ്ലിയാരകത്തായിട്ടാ പറഞ്ഞേ? പിന്നെന്താ നിങ്ങൾ പറയാൻ കാരണം?
ഇവരൊക്കെ എങ്ങനെ സിമ്പിളായിട്ടൊരു എക്സാമ്പിൾ ഞാൻ നിങ്ങളോട് പറഞ്ഞതേ ഉള്ളൂ. അതുപോലെയാണ് നമ്മൾ ഓരോ പരീക്ഷയും അഭിമുഖീകരിക്കാൻ വേണ്ടി ശ്രമിക്കേണ്ടത്. അല്ലാതെ നമ്മൾ പെട്ടെന്ന് ഒരു രാവിലെ പോയി എക്സാമിന് അറ്റൻഡ് ചെയ്താൽ ഈ മാർക്ക് കിട്ടോ? ഇപ്പൊ നിങ്ങളൊക്കെ ഫുൾ A+ വാങ്ങി നല്ല എനിക്കറിയുന്ന ആൾക്കാരുടെ പേരൊക്കെ ഞാൻ പറയാം. നുമയൊക്കെ വളരെ മികച്ച വിജയം കൈവരിച്ചിട്ടുണ്ട് അല്ലെ. അതുപോലെ റീഹ അല്ലെ, റീഹൻ, എല്ലാവരുടെ പേരും എനിക്കറിയില്ല കേട്ടോ. ഇവരൊക്കെ നല്ല വിജയം കൈവരിച്ച ആൾക്കാരാണ്. എങ്ങനെയാണ് ഇതൊക്കെ? തനിയെ അങ്ങോട്ട് വരുന്നതാണ് അല്ല, കൺസിസ്റ്റന്റ് ഹാർഡ് വർക്ക് എന്നതാണ് അതിൽ ഏറ്റവും അല്ലേ. അപ്പൊ ഹാർഡ് വർക്ക് മാത്രം പോരെ, എങ്ങനെ പഠിക്കാം എന്നുള്ളതും കൂടി പ്രധാനമാണ്. അപ്പൊ നമ്മൾ ഇനിയിപ്പോ നിങ്ങൾ 10ാം ക്ലാസ് കഴിഞ്ഞ് കുറെ ആൾക്കാർ +1 പോവാണ്, കുറെ ആൾക്കാർ +2 കഴിഞ്ഞ് ഹയർ സ്റ്റഡീസിന് പോവാണ്. ഓരോന്നിനും എന്തുണ്ട്, കൃത്യമായൊരു പ്ലാനിങ് ഉണ്ടാവണം അല്ലേ. ആ പ്ലാനിങ് എത്രമാത്രം മനോഹരമാകുന്നു, അല്ലെങ്കിൽ ആ പ്ലാനിങ്ങിനെ എങ്ങനെ നിങ്ങൾ മനോഹരമായി കൊണ്ടുപോകുന്നു, അതാണ് നമ്മളൊരു ഇപ്പൊ ഹാദിയ എത്ര ചെറിയ പ്രായത്തിൽ പ്രാക്ടീസ് തുടങ്ങിയിട്ടുണ്ടാവും? എത്ര ഹാദിയ എന്ന് പറഞ്ഞത് അനുഭവത്തിൽ നിന്ന് പറയാൻ പറ്റുമല്ലോ, പറഞ്ഞേ. ഫുട്ബോൾ കളിക്കാറുണ്ടായിരുന്നു. ഫുട്ബോൾ തുടങ്ങിയിട്ട് ഒരു 4 വർഷം ഒക്കെ ആയി. 4 വർഷം കണ്ടിന്യൂസ് ആയിട്ട് വീട്ടിൽ ഡെയിലി മോസ്റ്റ്ലി രാവിലെ വൈകുന്നേരം പ്രാക്ടീസ് ചെയ്തിട്ടാണ് സ്കിൽസ് ഒക്കെ പഠിച്ചിട്ടാണ്. അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിനോദങ്ങളിലാവാം, ആർട്ടിലാവാം, ഡിസൈനിലാവാം, ഇതിലൊക്കെ ഉണ്ടാവും സ്കില്ല് എന്നുള്ളത്. അതൊക്കെ നമുക്ക് വളരെ മനോഹരമായിട്ട് തീർച്ചയായിട്ടും ചെയ്യാനും സാധിക്കും അല്ലേ. പുതിയ കാലത്ത് നിങ്ങളിങ്ങനെ പറഞ്ഞ കരിയർ ഗൈഡൻസ് ക്ലാസ്, കരിയർ എന്നൊക്കെ ഇങ്ങനെ കേൾക്കുന്നുണ്ട്. എന്താ ഈ കരിയർ എന്ന് പറഞ്ഞാൽ അല്ലേ? ഇപ്പൊ ഒരു സാധാരണ ഒരാളിപ്പോ ഒരു എന്താ പറയാ, ഒരു കൂലിപ്പണി എടുക്കുന്ന ഒരാളുണ്ട്, അയാൾ പണിക്ക് പോവാന്നാ പറയാ അല്ലേ. എന്താ ഈ ജോബ് പറഞ്ഞാലേ? ഒരു ഉദാഹരണത്തിന് ഞാൻ പറയാം, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഒരു ഇന്ത്യക്കാരനും തന്നെയാണ് അദ്ദേഹം. പറഞ്ഞു വരുമ്പോൾ നിങ്ങൾ നല്ല പരിചയമുള്ള ആൾ. അദ്ദേഹം ഒരു പെട്രോൾ പമ്പ് പണിക്കാരനായിരുന്നു, പെട്രോൾ പമ്പിലെ ജോലിക്കാരനാണ്. യമനിൽ പോയിട്ട് അദ്ദേഹം എന്ത് ചെയ്തു, ഇതേ ജോലി തന്നെ പെട്രോൾ പമ്പിൽ തന്നെ നിൽക്കാൻ തുടങ്ങി. പക്ഷെ അവിടെ കുറച്ചുകൂടി എന്തിൻ്റെ മൂല്യ വ്യത്യാസം വെച്ചെടുക്കണ ഒരു പാടം ലീസിനെടുത്തു, പാട്ടത്തിനെടുത്തു. അങ്ങനെ ഒരുപാട് പമ്പായി എല്ലായി, വലിയ ബിസിനസ് ഐക്കണായി. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫാമിലി ഇന്ത്യ തന്നെ വാങ്ങാൻ മാത്രം റിച്ചായ ഫാമിലിയാണ്. ആരാണ് അദ്ദേഹം? അദാനി, ധീരുഭായ് അംബാനി എന്ന മുകേഷ് അംബാനിയുടെയും അനിൽ അംബാനിയുടെയും അച്ഛനെ കുറിച്ചാണ് ഞാൻ ഈ പറഞ്ഞത്. പക്ഷെ കരിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രാജുവലി ഗ്രോത്ത് ഉണ്ടാവണം, സ്വാഭാവികമായിട്ട് അവിടെ വളർച്ച ഉണ്ടാവണം, ഏറ്റവും മികച്ചൊരു പൊസിഷനിൽ നമ്മൾ എത്തുക. ആ ഏത് മേഖലയിൽ എത്തിയാലും നമുക്കുണ്ടാവും. അപ്പോൾ ഒരു എഞ്ചിനീയർ ആയാലും അയാൾ പിന്നെ എന്ത് ചെയ്യും, സീനിയർ എഞ്ചിനീയർ ആവും, പിന്നീട് അദ്ദേഹം ടെക്നിക്കൽ ഓഫീസറാവും, പിന്നെ അങ്ങനെ പോയി ഓരോ സെക്ഷൻ അനുസരിച്ച് പ്രൊജക്ട് മാനേജറാവും, ഇങ്ങനെ തുടങ്ങി ഓരോരോ സെക്ഷൻ വൈസ് നമുക്ക് ഏത് മേഖലയിലും ആണെങ്കിലും അതിൻ്റെ ഏറ്റവും ടോപ്പിലെത്താൻ. 6-നപ്പുറങ്ങൾ ചിന്തിക്കേ വേണ്ട. 6 കൊല്ലം കഴിഞ്ഞ്, 6 പറഞ്ഞാൽ 16 വയസ്സുള്ള ആൾക്ക് 16, 22 വയസ്സ് അല്ലേ. അതിൽ ആദ്യത്തെ 2 കൊല്ലം, 10ാം ക്ലാസ് കഴിഞ്ഞ് ആദ്യത്തെ 2 കൊല്ലം നല്ലോണം പണിയെടുക്കണം. നല്ലോണം പണിയെടുത്ത് നിങ്ങളൊരു ക്യാമ്പസിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ അതായി. നിങ്ങൾ മെഡിക്കൽ കോളേജിൽ എത്തിയാൽ നിങ്ങൾ ഡോക്ടറായി, എഞ്ചിനീയറിംഗ് കോളേജിൽ എത്തിയാൽ നിങ്ങൾ എഞ്ചിനീയറായി, ഒരു റിസർച്ച് സെന്ററിലാണ് പഠിക്കാൻ പോകുന്നത് അങ്ങനെയായി, ഒരു ഡിസൈൻ മേഖലയിലുള്ള കോഴ്സാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നത് അതായി. അപ്പൊ ആദ്യത്തെ 2 കൊല്ലം എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മിസ് ചെയ്യും. കുറെ കല്യാണങ്ങൾ പോകും, കുറെ കുടുംബ പ്രോഗ്രാമുകൾ പോകും, കുറെ കുഞ്ഞു യാത്രകൾ നഷ്ടപ്പെടും. അത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്വന്തമായി സ്വപ്നങ്ങൾ കാണാനും യാത്ര ചെയ്യാനും അല്ലെ, ഇത്തരം ആഗ്രഹങ്ങൾ നിറവേറ്റാനൊക്കെ സാധിക്കും. അപ്പൊ അതിനുവേണ്ടി ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മാറ്റി വെക്കേണ്ടത്. ഒരു 22 വയസ്സാകുമ്പോഴേക്കും നിങ്ങൾ എന്ത് ചെയ്യും? കൃത്യമായ ഒരു പൊസിഷനിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. അതുകൊണ്ട് കൃത്യമായ ഒരു പ്ലാന് നിങ്ങളുടെ മനസ്സിലുണ്ടാവാം. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട എന്താണ്? ഒരു സെറ്റിൽഡ് ആയ ജോലി. നമ്മൾ വിചാരിക്കും എന്തിനാപ്പം ഇങ്ങനെ ഇടങ്ങാറാണത് അല്ലേ. നമ്മളിപ്പോൾ ഒരു ഉദാഹരണം പറയും. ഇപ്പൊ ഞാൻ എൻ്റെ സ്കൂളിലൊക്കെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ചില കുട്ടികൾ പറയും, ഓല കാര്യമൊക്കെ നടക്കുന്നുണ്ട്, അപ്പോൾ വാപ്പനോട് നാളെ ടൂർ വേണം, പൈസ വേണം പറഞ്ഞു 5000 രൂപയാണ്, 5000 രൂപ പാരൻസ് കൊടുക്കും. ഈ 5000 ഒപ്പിക്കാൻ പാരൻസ് പെടുന്ന പാട് അവരറിയുന്നില്ല. അത് നമ്മൾ ഈ പൊസിഷനിൽ നിൽക്കുമ്പോഴേ നമുക്കറിയുള്ളൂ. അപ്പൊ ഞാൻ ഈ പൊസിഷനിൽ, ഞാൻ അമ്മ അല്ലെ ഒരു കുട്ടി ഉണ്ടാകുമ്പോൾ ഒരു അമ്മയാകുമ്പോഴാണ് എനിക്ക് അമ്മേന്റെ പ്രയാസങ്ങൾ കാര്യങ്ങൾ അറിയുന്നത്. അതേപോലെ ഒരു കുഞ്ഞിനെ വലുതാക്കി എടുക്കുമ്പോഴാണ് അയാൾ അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളും അറിയുന്നത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ വിചാരിക്കുന്ന പോലെ സിമ്പിളായൊരു കാര്യമല്ല പണം നിങ്ങളെ പഠിപ്പിക്കുക, നിങ്ങൾക്ക് കൃത്യമായ എന്താ പറയാ ഡെയിലി മീൽസ് ഒക്കെ തരിക എന്നുള്ളത് സിമ്പിളായ കാര്യമൊന്നുമല്ല. അത് രക്ഷിതാക്കൾ അങ്ങേയറ്റം കഷ്ടപ്പെട്ട് തന്നെ നടത്തുന്ന കാര്യമാണ്. വീട് വേണം അല്ലേ. നമ്മളൊക്കെ അപ്പം വിചാരിക്കും എന്തിനാപ്പോൾ വീട്? കേരള സെനാരിയോയിൽ ഇങ്ങനെയൊക്കെയാണ്
അല്ലേ? കേരളത്തിന്റെ കൾച്ചർ അത് നമുക്ക് പെട്ടെന്ന് ഒരു ദിവസം മാറ്റാൻ പറ്റില്ല. ഒരു സൊസൈറ്റി ഇൻകൾക്കേറ്റഡ് ആയ ഒരു കാര്യമാണ് അത്. അതൊരു പെട്ടെന്ന് ദിവസം മാറ്റാനും നമുക്ക് പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഈ ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്, റൈറ്റ്? അതേസമയം അവിടെ നമ്മളൊരു ഐഡന്റിറ്റി, നമ്മൾ കൃത്യമായ നമ്മൾ ഐഡന്റിറ്റി കീപ്പപ്പ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനാണ് നമ്മൾ ശ്രമിക്കുക. നിങ്ങളെ കാണിച്ചു, അയാളെ നിങ്ങൾക്ക് അയാളെ നിങ്ങൾക്ക് അറിയുന്നത് എങ്ങനെയാണ്? അയാളുടെ ഐഡന്റിറ്റി കൊണ്ടാണ്. അയാൾ ആ മേഖലയിൽ തിളങ്ങി നിൽക്കുന്നതുകൊണ്ടാണ്, അല്ലേ? ഇപ്പൊ നമ്മളൊരു ടീച്ചർ, നമ്മുടെ സ്കൂളിലൊരു ടീച്ചർ അല്ലെ ഒരു ഡോക്ടറെ നമുക്ക് എങ്ങനെ അറിയപ്പെടുന്നത്? അയാൾ ഐഡന്റിറ്റിയാണ്, അല്ലേ? മാത്രമല്ല അപ്പൊ ഞാൻ വിചാരിക്കാം, നമുക്ക് പറയാം, നിങ്ങളിങ്ങനെ കോഴിക്കോട് അങ്ങാടിയിലോട്ട് നടക്കുക വിചാരിക്കാം, നല്ലൊരു ടീഷർട്ട് അല്ലെങ്കിൽ നല്ലൊരു ടോപ്പ് നിങ്ങൾ ഷോപ്പിൽ കണ്ട്, നിങ്ങൾക്ക് ഈ ടോപ്പ് വാങ്ങണം. പക്ഷേ നിങ്ങളുടെ കയ്യിൽ എന്തില്ല? പൈസ ഇല്ല. പൈസ വേണ്ടേ? നമ്മൾ ആഗ്രഹങ്ങൾ സാധിക്കണമെങ്കിൽ പൈസ വേണ്ടേ? പൈസ തനിയെ വരുമോ? ഇല്ല, അല്ലേ? നമ്മൾ പണിയെടുത്താലേ വരും. അപ്പൊ അവിടെ എന്തുണ്ട്? ഒരു കരിയർ ഉണ്ട്, നമുക്കൊരു ഫിനാൻഷ്യൽ സെക്യൂരിറ്റി ഉണ്ട്, ഒരു ജോലി ഉണ്ട്, നമുക്കൊരു ഫിനാൻഷ്യൽ സെക്യൂരിറ്റി ഉണ്ട്. ആൻഡ് മോർ ഓവർ നമ്മുടെ വീട്ടിൽ വന്ന ഒരാൾ ബെല്ലടിക്കാണ്, നമ്മളോട് അയാളുടെ എന്താ പറയുക, കുറെ സങ്കടങ്ങൾ പറയാണ്. നമുക്കൊരു 10 രൂപ കയ്യിൽ എടുത്തു കൊടുക്കാൻ നമ്മൾ വേറൊരാളെ കാത്തിരിക്കേണ്ട അവസ്ഥ ഉണ്ടാവരുത്, അല്ലേ? അപ്പൊ മാന്യമായ രീതിയിൽ, അഭിമാനകരമായ രീതിയിൽ പഠിച്ചിട്ട് നല്ലൊരു കരിയർ കെട്ടിപ്പടുക്കുക എന്ന തീരുമാനം എടുക്കണം. അപ്പൊ ഞാൻ എപ്പോഴും എൻ്റെ ഉമ്മന്റെ കാര്യമൊക്കെ ആലോചിക്കാറുണ്ട്. ഉമ്മ എത്രയോ വർഷം, എനിക്ക് തോന്നുന്നു ഉമ്മക്കൊരു 76-77 വയസ്സായിട്ടുണ്ടാവും. അന്ന് പഠിച്ച ആ പണമുള്ളതുകൊണ്ട് ഇപ്പോഴും ഉമ്മ എന്താ അറിയോ കുട്ടികൾക്ക് പൈസ കൊടുക്കാൻ പറ്റുന്നത്. അതൊക്കെ ഒരു വലിയ കാര്യമാണ്, അല്ലെ? ഒരു ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഉമ്മ ഇങ്ങനെ പറയാ, എനിക്കിന്ന് പോകണം, ഞങ്ങൾ കൂടെ പോയാൽ മതി. ഉമ്മയിക്കോളും കാര്യം. ആവശ്യമുള്ള സമൂഹം ഉണ്ടാവണം. നമ്മുടെ അടുത്തുനിന്ന് അറിവ് ലഭിച്ചിട്ട് മുന്നോട്ട് പോകുന്ന ഒരു സമൂഹം ഉണ്ടാവണം എന്നുള്ള സ്വപ്നം നമ്മുടെ കയ്യിലുണ്ടാവണം, റൈറ്റ്? അപ്പൊ അതിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യണം? ഒരു പ്ലാൻ ഉണ്ടാവണം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതെന്തും ആവാം, സയൻസ് ആവാം, കൊമേഴ്സ് ആവാം, ഹ്യൂമാനിറ്റീസ് ആവാം, എന്തും ആവാം. പക്ഷെ നിങ്ങൾ ഒരു പ്ലാൻ ഉണ്ടാവുമ്പോൾ ആദ്യം നിങ്ങൾ എന്താ ചിന്തിക്കേണ്ടത്? എനിക്ക് ആ മേഖലയിൽ താല്പര്യമുണ്ടോ? എങ്ങനെ ഈ താല്പര്യം ഉണ്ടോ നോക്കാം. എൻജിനീയറിംഗ്, ഫാർമസി, ഡോക്ടർ, ദെൻ സിവിൽ സർവീസ്, വെരി ഗുഡ്. പിന്നെ ആർക്കിടെക്ചർ, ടീച്ചർ, ന്യൂറോ ടെക്നോളജി. നിങ്ങൾ ലിസ്റ്റ് ചെയ്ത്, എല്ലാവരുടെ കയ്യിൽ പേപ്പർ ഉണ്ടല്ലോ, ഒന്ന് ലിസ്റ്റ് ചെയ്തത്. ഓക്കെ, ഈ ലിസ്റ്റ്. അപ്പൊ നിങ്ങൾ ഇപ്പൊ ചെയ്യേണ്ട പരിപാടി അതാണ്, ലിസ്റ്റ് ചെയ്യാം. ഓപ്ഷൻസ് ലിസ്റ്റ് ചെയ്യാം. ഓപ്ഷൻസ് ലിസ്റ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? ആദ്യം എന്ത് ചെയ്യണം? പിന്നെ നമ്മൾ നോക്കേണ്ട കാര്യം നമ്മുടെ പേഴ്സണാലിറ്റി ട്രേറ്റ് ആണ്. ഓക്കെ, ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ ജേർണലിസ്റ്റ് ആവാൻ ആഗ്രഹമുള്ള കുട്ടിയാണ്. അവൻ എന്തൊക്കെ ഗുണങ്ങൾ വേണം, അല്ലെ അവൾക്ക് എന്തൊക്കെ ഗുണങ്ങൾ വേണം? നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വേണം, വെരി ഗുഡ്. പ്രസന്റേഷൻ സ്കില്ല് വേണം, പിന്നെ ലാംഗ്വേജ് സ്കില്ല് വേണം, പിന്നെന്ത് ചെയ്യണം? നല്ല എക്സ്ട്രോവേർട്ട് ആയിരിക്കണം. ആരെടുത്തും കയറി ചെന്ന് സംസാരിക്കാൻ താല്പര്യമുള്ള ആളായിരിക്കണം, അല്ലെ? നമ്മളെ വീട്ടിൽ ഒരാൾ വന്ന് ബെല്ലടിച്ചു നമ്മൾ എന്ത് ചെയ്യും? വേഗം പോയിട്ട് ബെല്ലടിച്ച് സ്ഥലം പോയി ഏക്കോട്ടേക്ക് അടുക്കോ? അല്ലെങ്കിൽ എന്ത് ചെയ്യും? അന്നത്തെ ഇപ്പൊ ഞാൻ കൈകാര്യം ചെയ്യാനുള്ളോ, എന്നാ പോയി വാതിൽ തുറന്ന് നോക്കട്ടെ എന്ന് വിചാരിക്കോ? അങ്ങനെ വിചാരിക്കുന്ന ആളാണ് നല്ലൊരു ജേർണലിസ്റ്റ് ആവാം, അല്ലേ? അപ്പൊ നമ്മുടെ പേഴ്സണാലിറ്റി വലിയ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് ഒരു കരിയർ തിരഞ്ഞെടുക്കുമ്പോൾ. ഒരു ഡോക്ടർ ആവാൻ ആഗ്രഹിക്കുന്ന ആളാണ്, അയാൾക്ക് പിന്നെ മൈഗ്രെയിൻ ആണ്, പിന്നെ അയാൾ ആഗ്രഹം എന്താണ്? ഒരു 9 to 5 മാത്രമേ ഞാൻ ജോബ് എടുക്കുള്ളൂ, ജോലി ഞാൻ ഒരു 9 മുതൽ 5 വരെ മാത്രമേ ജോലി എടുക്കുള്ളൂ പറഞ്ഞാൽ നടക്കുമോ ഡോക്ടർക്ക്? അല്ലേ? ഒരാൾ ഗൈനക്കോളജി സ്കില്ലൊക്കെയാണ് ഏറ്റവും പ്രധാനം. അപ്പൊ ഓരോ മേഖലയിലും അയാളുടേതായ കഴിവുകളെ കുറിച്ച് കൃത്യമായൊരു ധാരണ ഉണ്ടാവുക. അത് ആർക്കുണ്ടാവുക? ആർക്കാ കൃത്യമായിട്ട് ധാരണ ഉണ്ടാവുക? ഉമ്മക്കാ, ബാപ്പക്കാ? പിന്നെ ആർക്കാ ഉണ്ടാവുക? നമ്മൾക്ക്. എന്നെ കുറിച്ച് കൃത്യമായ ബോധ്യം ആർക്കുണ്ട്? എനിക്കുണ്ട്. എനിക്ക് അത്യാവശ്യം മടിയുണ്ട്, അല്ലേ? ഞാൻ അത്യാവശ്യം ഉഴപ്പനാണ് എന്നൊക്കെ കൃത്യമായ ആർക്കറിയാം? നമുക്കറിയാം. ഈ ഉഴപ്പ് മാറ്റാൻ റെഡി ആണെങ്കിൽ മാത്രമേ നമ്മൾ കടുത്ത തീരുമാനങ്ങൾ എടുക്കാൻ പാടുള്ളൂ, അല്ലേ? വലിയ അംബിഷൻസ് ഒക്കെ സെറ്റ് ചെയ്യുമ്പോൾ നല്ലോണം ഹാർഡ് വർക്ക് ചെയ്യേണ്ടത് ആദ്യമേ മനസ്സിൽ തീരുമാനിക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ കുറച്ച് ഞാൻ പറയില്ലേ, 2 കൊല്ലം, ഈ 2 കൊല്ലം മെനക്കെട്ടാൽ മതി, പിന്നെ സ്വാഭാവികമായിട്ട് ബാക്കിയൊക്കെ സംഭവിച്ചോളും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് കൃത്യമായി നിങ്ങൾ എന്ത് ചെയ്യാം? മനസ്സിലൊരു പ്ലാൻ ഉണ്ടാവാം,
ഓക്കെ. അപ്പൊ നമ്മുടെ പേഴ്സണാലിറ്റിക്ക് അനുസരിച്ച് അപ്പൊ ആദ്യം ഓപ്ഷൻസ് ലിസ്റ്റ് ചെയ്താൽ നമ്മൾ പേഴ്സണാലിറ്റിക്ക് പറ്റാത്ത ആളെക്കാട് വെട്ടി മാറ്റാം. ആദ്യം ചെയ്യേണ്ടത് അതാണ്. എൻ്റെ പേഴ്സണാലിറ്റിക്ക് ചേരാത്ത ആള് ഞാൻ ഇങ്ങനെ 1 by 1 ആയിട്ട് വെട്ടിക്കളയാം. അങ്ങനെ വെട്ടി എന്ത് ചെയ്യണം, പിന്നെ ഓരോരോ കാര്യങ്ങൾ നിങ്ങൾ ഞാൻ പറയുന്ന എല്ലാ കാര്യങ്ങളും ഉൾപ്പെടെ നിങ്ങൾക്ക് എക്സ്ട്രാ കാര്യങ്ങൾ, ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് വലിയ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് അല്ലേ. ഇപ്പൊ സാധാരണഗതിയിൽ പല കോഴ്സുകൾക്കും വളരെ മികച്ച ഫീസ് ഉണ്ട്. ചില ആൾക്കാർ ഇപ്പോൾ ഒരു ഉദാഹരണം പറയുമ്പോൾ എൻ്റെ ഞാൻ സ്കൂളിൽ കയറി ഉടനെ ഞാനിങ്ങനെ നമ്മളിങ്ങനെ കൗൺസിലിംഗ് ഒക്കെ ചെയ്യല. അപ്പോൾ അവിടെ ഒരു പയ്യൻ വന്നു, അവൻ്റെ അച്ഛൻ തെങ്ങിൽ നിന്ന് വീണ് കിടപ്പിലായി, ബെഡ് റിഡനാണ്. ഇപ്പോൾ ബെഡ് റിഡൻ ആയപ്പോൾ അവൻ്റെ അമ്മ പറഞ്ഞു ഇനി എന്നെ പഠിപ്പിക്കാനൊന്നാവില്ല, കുട്ടിയാണ് നന്നായി പഠിക്കണോട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞു അത് പറ്റില്ല, എന്തായാലും പഠിപ്പിക്കണം. അങ്ങനെ ITയിൽ അവൻ ഇലക്ട്രിക്കൽ കോഴ്സ് ചെയ്തു. 2 കൊല്ലം കഴിഞ്ഞ് ലൈസൻസ് ഒക്കെ കിട്ടി, അത്യാവശ്യം നല്ല ജോലിയൊക്കെ ചെയ്യാം. PSCൻ്റെ ഫുൾ ഫോമാണ് പബ്ലിക് സർവീസ് കമ്മീഷൻ. അപ്പോൾ PSC എഴുതി ഇവന് KSCBയിൽ സബ് എഞ്ചിനീയറായിട്ട് ജോലി. അലിച്ചൊക്കെ അവൻ്റെ ജീവിതം മാറുന്നത് അല്ലേ. അല്ല അവന് അന്നേരം തന്നെ അമ്മ പഠനം നിർത്താൻ, അമ്മ പറഞ്ഞില്ല നിർത്താൻ, എന്നാ വേഗം പോയി പണിക്ക് പോവാം അല്ലേ, വൈകുന്നേരം കൂലിയും കിട്ടും, പിന്നെ വണ്ടി പെട്രോൾ അടിക്കാനുള്ള പൈസ ഉണ്ട്, മൊബൈൽ ചാർജ് ചെയ്യാനുള്ള പൈസ ഉണ്ട്, എന്നാൽ അതിലാണ് നടക്കുക എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ എന്താ ഈ അടുത്ത് നമ്മൾ അവരെ കണ്ടിട്ടുണ്ട്. എന്നാ പറയുക, വീടൊക്കെ മാറി, അവൻ അവിടെ വലിയൊരു സ്റ്റാറ്റസ് ഉള്ള പൊസിഷനാണ്. സബ് എഞ്ചിനീയർ എന്നാൽ കറണ്ടൊക്കെ പോയാൽ എല്ലാവരും വിളിക്കണം, എല്ലാവരും പോയി കാണണം. ഇപ്പോൾ അവന് ലാറ്ററലായിട്ട് BTech ചെയ്യുന്നു, ഇനി അടുത്ത പൊസിഷനിലേക്കുള്ള കയറ്റം. ഇപ്പോൾ മെഡിക്കൽ കോഴ്സുകൾ MBBS കോഴ്സിനൊക്കെ എത്ര സീറ്റ് ഉണ്ട് ഇന്ത്യയിൽ? ഇന്ത്യയിൽ ഏകദേശം ഒരു 90,000 സീറ്റൊക്കെയാണ് ഉള്ളത്. ഈ 90,000 സീറ്റിൽ ഒരു 30,000 സീറ്റൊക്കെ ഗവൺമെൻറ് സെക്ടറിൽ വരുള്ളൂ. ബാക്കിയൊക്കെ ഡീംഡ് യൂണിവേഴ്സിറ്റി, സെൽഫ് ഫൈനാൻസിങ് അങ്ങനെയൊക്കെ ഉള്ളതാണ് വരുന്നത്. NRI കോട്ടയ്ക്കാണ് വരുന്നത്. അപ്പോൾ ഒരു 30,000 സീറ്റിലുള്ള കോമ്പറ്റീഷനാണിത്. അവിടെ എത്ര കുട്ടികൾ പരീക്ഷ ചെയ്തിട്ടുണ്ട്? 20 ലക്ഷം 21 ലക്ഷം കുട്ടികൾ ഒരു ദിവസം പരീക്ഷ ചെയ്തിട്ട് നമ്മൾ ആൾക്കാർ ഒരു കാര്യത്തിൽ നമ്മൾ ഇറങ്ങുകയാണെങ്കിൽ കൃത്യമായി ആസൂത്രണം ചെയ്ത് അതിൻ്റെ മത്സരം എത്ര മാത്രം ഉണ്ട് കണ്ടറിഞ്ഞ് ചെയ്യണം. ഓരോ പരീക്ഷയ്ക്കും വ്യത്യസ്തമായ ലെവലിൽ കുട്ടിയാണ് വിചാരിക്കുക. പൈലറ്റ് ആവാൻ നിങ്ങളുടെ അഭിപ്രായത്തിൽ എത്ര ഫീസ് ഉണ്ടാവും ഗവൺമെൻറ് സെക്ടറിൽ? പൈലറ്റ് ആവാൻ ഒന്ന് ഗസ് ചെയ്തേ. 50 lakhs അല്ലേ, 10, 40, 50 ലക്ഷം രൂപയോളം വരും. നോർമലി പൈലറ്റ് ആവാം. 5 പൈസയും കൊടുക്കാതെ നമുക്ക് പൈലറ്റ് ആവാം. ഇങ്ങനെ NDA വഴി, നാഷണൽ ഡിഫൻസ് അക്കാദമി നടത്തുന്ന ടെസ്റ്റ് വഴി. അപ്പോൾ എന്ത് ചെയ്യണം, പൈലറ്റ് ആവണം എന്ന് ആഗ്രഹിക്കുന്ന ആൾ എന്ത് ചെയ്യണം, NDAക്ക് പ്രിപ്പയർ ചെയ്യണം നന്നായിട്ട്. അല്ലാതെ 50 ലക്ഷം എടുത്ത് കൊടുക്കാൻ നമ്മളെ പാരൻസിന് കഴിയുമോ? പറ്റുമോ? പറ്റില്ല, നോർമലി പറ്റില്ല അല്ലേ. ഒരു 12 ലക്ഷം ഒരു വർഷം ഒപ്പിക്കാന്ന് പറഞ്ഞാൽ കുറച്ച് പാടന്നായിരിക്കും സാധാരണ രക്ഷിതാക്കൾ. അപ്പം അതുകൊണ്ട് NDA പരീക്ഷ എഴുതിയാൽ എന്താ കോഴ്സ് കഴിഞ്ഞാൽ കമാൻഡന്റ് ഓഫീസറായി നിയമനാ. അവിടെ എത്ര സാലറി? 1 ലക്ഷത്തിനടുത്ത് സാലറി. മറ്റൊന്ന് SOP. ഞാൻ എന്തിനാണ് വരുന്നത്? സ്റ്റേറ്റ്മെന്റ് ഓഫ് പർപ്പസ്. ഞാൻ എന്തിനാ അങ്ങോട്ട് വരുന്നത്, നീ എന്തിനാ അങ്ങോട്ട് പോകണത്, അല്ലെങ്കിൽ ഞാൻ അവിടെ പഠിക്കാൻ പോകുമ്പോൾ എന്തിനാണ് വരുന്നത് എന്നുള്ള കൃത്യമാണ്. ഞാൻ വിദേശത്ത് താമസിക്കാനാണ് പറഞ്ഞാൽ എന്താണ് ചാൻസ് കുറവാണ്. ഓക്കെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അപ്പോൾ വിദേശത്ത് പിന്നെ എന്ത് വേണം? IELTS, TOEFL പോലുള്ള പരീക്ഷകൾ നമ്മൾ എഴുതണം, പ്രൊഫിഷ്യൻസി ടെസ്റ്റുകൾ. അപ്പോൾ ഓരോ കോഴ്സിനും അത് വ്യത്യസ്തമായിരിക്കും. ഡിഗ്രി കഴിഞ്ഞ് പോകുമ്പോൾ അപ്പോൾ BTech കഴിഞ്ഞിട്ടാണ് ഒരാൾ വിദേശ രാജ്യത്ത് പോകണമെന്ന് വിചാരിക്കുക. BTech കഴിഞ്ഞിട്ട് അയാൾ ഹയർ സ്റ്റഡീസിനാണ് പോകണമെങ്കിൽ വിചാരിക്കുക. അപ്പോൾ അയാൾ എന്ത് ചെയ്യണം? ഗ്രാജുവേറ്റ് റെക്കോർഡ്സ് എക്സാമിനേഷൻ പറഞ്ഞ് GRE പറഞ്ഞൊരു പരീക്ഷ എഴുതണം. അവിടെയും IELTS, TOEFL ഒക്കെ ആവശ്യം ഉണ്ടാവും. റൈറ്റ്. പിന്നെ ചില ആൾക്കാർ മാനേജ്മെന്റ് സ്റ്റഡീസിനാണ് പോകണമെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എന്ത് വരും? GMAT പറഞ്ഞ പരീക്ഷ. ഓരോന്നിനും ഓരോ പരീക്ഷകളുണ്ട്. അപ്പൊ നമ്മുടെ ആക്ഷൻ പ്ലാൻ എന്താണ്? നമ്മുടെ ലക്ഷ്യം എന്താണോ അതിനനുസരിച്ച് ഞാൻ ഏത് കോഴ്സ് തിരഞ്ഞെടുക്കണം, ഏത് പരീക്ഷ എഴുതണം, ആ പരീക്ഷയിൽ എത്ര സ്കോർ ഉണ്ടാവണം തുടങ്ങി കൃത്യമായ പ്ലാൻ ഉണ്ടാവും. അല്ലാതെ ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ നോക്കട്ടെ, വരട്ടെ, ചെയ്യട്ടെ എന്ന് പറഞ്ഞാൽ ആരും നമ്മളെ പോരെ കൊണ്ടുതരില്ല. മനസ്സിലുണ്ടോ പറഞ്ഞത്? അതുകൊണ്ട് കൃത്യമായ ഒരു ആക്ഷൻ പ്ലാൻ നിങ്ങളെ മനസ്സിലുണ്ടാവണം. ആ ലക്ഷ്യം എന്തായിരിക്കണം? ഇപ്പൊ ഞങ്ങളൊന്നും കാലത്ത് ഇങ്ങനെ പറഞ്ഞു തരാൻ ആരും ഇല്ലായിരുന്നു. സത്യം ഞങ്ങൾ പറയാമല്ലോ, നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് ഒരാൾ പോലും നമ്മളിങ്ങനെ വീട്ടുകാർ അവിടെ പോയിക്കോ ഇവിടെ പോയിക്കോ എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ പോവാ, അത്ര തന്നെ. ചിലപ്പോൾ നമ്മൾ പോട്ടെ ചോദിച്ചാൽ സമ്മതിക്കും. അങ്ങനെയല്ല. ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഒരു കാര്യത്തിൽ നമ്മൾ സമ്മതിച്ചിട്ടില്ല. ഭയങ്കര വിടും, എല്ലാത്തിനും സ്വാതന്ത്ര്യം ഉണ്ട്. പക്ഷെ എന്താണ്, ഒരു പേടി, അത്ര തന്നെ. അതുകൊണ്ട് വിടൂല. പക്ഷെ ഇന്ന് അങ്ങനെയല്ല, കുട്ടികളെ പഠിക്കാൻ ഏതുവരെയും വിടും അല്ലേ. അപ്പൊ അതുകൊണ്ട് നിങ്ങളെ പ്രത്യേകിച്ചും നമ്മുടെയൊക്കെ കുടുംബത്തിൽ പറഞ്ഞാല് അങ്ങേയറ്റം സ്ത്രീ സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന കുട്ടികളാണ് നിങ്ങൾ. എല്ലാ അർത്ഥത്തിലും അനുഭവിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ പലപ്പോഴും എനിക്ക് തോന്നാറുണ്ട്, നമ്മൾ വിചാരിക്കും നമ്മൾ ഈ മാഫ്റ്റൊക്കെ ഇട്ടിട്ട് നമ്മളിങ്ങനെ ഒതുങ്ങി ജീവിക്കുന്ന ആൾക്കാർ. ഒരിക്കലല്ല. എൻ്റെ കൂടെയൊക്കെ വർക്ക് ചെയ്യുന്ന എത്രയോ ആൾക്കാരെക്കാളും
അങ്ങേയറ്റം സാമ്പത്തികമായും അല്ലാതെയും ചില സ്ത്രീകളൊക്കെ ജോലിയെടുത്ത് ശമ്പളം സ്വന്തം ATM കാർഡ് പോലും സ്വന്തമായിട്ട് ഉപയോഗിക്കാൻ അനുവാദം ലഭിക്കാത്ത സ്ത്രീകളുണ്ട്. അങ്ങനെയൊന്നല്ല നമ്മളെല്ലാ അർത്ഥത്തിലും സ്ത്രീ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നവരാണ്. നമ്മുടെ ഐഡന്റിറ്റി കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഏറ്റവും മികച്ചതായി പഠിക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. അപ്പൊ അവിടെ ഏറ്റവും വലിയ സ്വപ്നങ്ങൾ കാണാം, അതിനനുസരിച്ച് നല്ലൊരു പ്ലാൻ ഉണ്ടാക്കുക, അതിന്റെ ഓരോ മേഖലകളെ കുറിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ചായ കുടിച്ച് സെക്കൻഡറിയിൽ പോവാം, പിന്നെ പോളിടെക്നിക്കിൽ പോവാം, ITIയിൽ പോവാം, ഒരുപാട് ഷോർട്ട് ടേം കോഴ്സുകൾക്കൊക്കെ പോവാം. സാധാരണഗതിയിൽ എല്ലാവരും +2 ശേഷമാണ് അല്ലെങ്കിൽ 10ാം ക്ലാസ്സിന് ശേഷം 2 കൊല്ലം പഠിച്ചിട്ടാണ് മറ്റു കോഴ്സുകൾക്കൊക്കെ പോകുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതൊക്കെ അപേക്ഷ പ്രത്യേകം കൊടുക്കണം. അതൊക്കെ നിങ്ങൾക്ക് അറിയുണ്ടാവും, നിങ്ങളെ പാരൻസിന് അറിയുണ്ടാവും. ഏതായാലും സയൻസ് മേഖലയിൽ പ്രധാനപ്പെട്ട ഓപ്ഷൻസ് എന്നുള്ള നിലക്ക് സയൻസ് പഠിച്ച എവിടെയൊക്കെ പോകാൻ പറ്റും? നമുക്ക് നിലവിൽ എല്ലാ മേഖലയിലും പോകാൻ പറ്റും. ചില സ്ഥലങ്ങളിലൊക്കെ ഇപ്പൊ ഉദാഹരണത്തിന് അക്കൗണ്ടൻസി നിർബന്ധം ഉണ്ടാവും. BComന് പോകുമ്പോൾ അക്കൗണ്ടൻസി നിർബന്ധമായിട്ട് ചോദിക്കുന്ന ചില സ്ഥലങ്ങളുണ്ട്. +2 അക്കൗണ്ടൻസി പഠിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നത്. അതുപോലെ എക്കണോമിക്സിന് പോകുമ്പോൾ മാത്തമാറ്റിക്സ് പഠിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുന്ന ചില സ്ഥലങ്ങളുണ്ട്. അതല്ലാത്ത പിന്നെ നോർമലി സയൻസ് പഠിക്കുന്ന കുട്ടികൾക്ക് നമ്മൾ നോർമലി പറയാറുള്ളത് 360 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും എന്നാണ്. അതായത് ഏത് മേഖലയിൽ വേണമെങ്കിലും നമുക്ക് പോകാൻ പറ്റും. ഇനി സയൻസ് മേഖലയിൽ തന്നെ നമുക്ക് ഓരോ മേഖലകളെ എടുത്ത് സംസാരിക്കുകയാണെങ്കിൽ ഒന്നാമത് നമുക്ക് എന്ത് പറയാം, മെഡിക്കൽ മേഖല അല്ലെ. നോർമലി എല്ലാ കുട്ടികളും അല്ലെങ്കിൽ കേരളത്തിലെ രക്ഷിതാക്കൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് മെഡിക്കൽ മേഖലയിൽ കുട്ടികൾ പോകാനാണ്. മെഡിക്കൽ മേഖല പോകാൻ താല്പര്യമുള്ള ആരെങ്കിലും ഇവിടെ ഉണ്ടോ? പറഞ്ഞോ ആണെങ്കിൽ പറഞ്ഞാൽ മതിയല്ലോ, വേഗം പറയും. യെസ്, ഓക്കെ. ഇപ്പൊ മെഡിക്കൽ മേഖലയിൽ പോകാവുന്ന കോഴ്സുകൾ, ഒന്നാമത്തെ കോഴ്സ് MBBS അല്ലേ. പിന്നെ കേരളത്തിൽ പോകാവുന്ന കോഴ്സുകളാണ് ഞാൻ ഈ പറഞ്ഞൊക്കെ BDS, BHMS എന്താ, ഹോമിയോ, ആയുർവേദം, യുനാനി, സിദ്ധ തുടങ്ങിയുള്ള എല്ലാ മെഡിസിൻ വിഭാഗങ്ങളും, വെറ്റിനറി സയൻസ് ആൻഡ് ആനിമൽ ഹസ്ബൻഡറി, പിന്നെ അഗ്രികൾച്ചർ കോഴ്സുകൾ, ആൻഡ് ദെൻ ഫോറസ്ട്രി, ഫിഷറി സയൻസ് തുടങ്ങിയുള്ള മേഖലകളിലൊക്കെ നമുക്ക് പോകാൻ പറ്റും. പുതിയ കാലഘട്ടത്തിലൊരു കോഴ്സാണ് ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് എൻവയോൺമെന്റ് സയൻസ്. പ്രളയവും അതുപോലെ ഉള്ള എന്താ പറയുക, എൻവയോൺമെന്റൽ ഇഷ്യൂസ് ഒക്കെ വന്നതിന് ശേഷം വലിയ പ്രാധാന്യമുള്ള ഒരു കോഴ്സാണ് ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് എൻവയോൺമെന്റ് സയൻസ് ഒക്കെ. അപ്പൊ ഇതെല്ലാ കോഴ്സുകളും നീറ്റ് പരീക്ഷയുടെ അടിസ്ഥാനത്തിലാണ് കേരളത്തിൽ പ്രവേശനം. റൈറ്റ്, കേരളത്തിൽ ഈ കോഴ്സിനൊക്കെ പ്രവേശനം നീറ്റ് പരീക്ഷയുടെ അടിസ്ഥാനത്തിലാണ്. അപ്പൊ കേരളത്തിൽ അപേക്ഷിക്കുമ്പോൾ എന്താ ശ്രദ്ധിക്കേണ്ടത്, നീറ്റ് വന്നൊരു പരീക്ഷ നമ്മൾ എഴുതണം. +2കാർ ശ്രദ്ധിക്കാം, നീറ്റ് പരീക്ഷ എഴുതാൻ വേണം. എന്തിനു അപേക്ഷിക്കുക വേണം? കീം, അതായത് കേരളത്തിലെ എൻട്രൻസ് പ്രൊസീജിയർ നടത്തുന്നത് കൺട്രോളർ ഓഫ് എൻട്രൻസ് എക്സാമിനേഷൻ ആണ്. അവർ അപേക്ഷ ക്ഷണിക്കും കീമിന്. അത് അപേക്ഷിക്കും കൂടി ചെയ്താൽ ഈ കോഴ്സിനൊക്കെ നമ്മളെ പരിഗണിക്കപ്പെടുകയുള്ളൂ. ഇനി സീറ്റിന്റെ എണ്ണമൊക്കെ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു. കേരളത്തിൽ 12 ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആണുള്ളത്. ഇപ്പൊ ഉദാഹരണത്തിന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ 100 സീറ്റാണ്, 250 സീറ്റാണ്, 100 സീറ്റാണ് വിചാരിക്കാം. മഞ്ചേരി 100 സീറ്റാണ്. അപ്പൊ 100 സീറ്റുള്ള ഒരു മെഡിക്കൽ കോളേജിൽ എത്ര സീറ്റ് കേരളൈറ്റ്സിനുണ്ട്? അതായത് 2 കോട്ട ഉണ്ട്, ഓൾ ഇന്ത്യ കോട്ട ഉണ്ട്, സ്റ്റേറ്റ് ഗവൺമെന്റ് കോട്ട ഉണ്ട്. 85% സീറ്റുകളും ആർക്ക് മാത്രമുള്ളതാണ്? മലയാളികൾക്ക് മാത്രമുള്ളതാണ്. ഓക്കെ, 15% സീറ്റ് ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തെ കുട്ടികൾക്ക് ഒരുപോലെ അവകാശപ്പെടാം. അപ്പൊ നമുക്ക് ഓൾ ഇന്ത്യ കോട്ട എവിടെ കിട്ടും? തമിഴ്നാട്ടിലും ചെന്നൈയിലൊക്കെ കിട്ടും, കേരളത്തിലും കിട്ടും. ആ റാങ്ക് ലിസ്റ്റ് നോക്കിയിട്ട് നമ്മൾ ഏതിലാണോ പ്രിഫർ ചെയ്യുന്നത് അതിനനുസരിച്ച് നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പൊ നമ്മൾ തമിഴ്നാട്ടില് പിന്നെന്താ പറയാ, കർണാടക, ആന്ധ്ര, മഹാരാഷ്ട്ര, ഏത് സ്റ്റേറ്റ്, എല്ലാ സ്റ്റേറ്റിലും മലയാളികൾ പഠിക്കുന്നുണ്ട് കേട്ടോ മെഡിക്കൽ മേഖലയിൽ. അപ്പൊ എവിടെ പോവാണെങ്കിലും ഈ ഓൾ ഇന്ത്യ കോട്ട വഴി നമുക്ക് പോകാൻ പറ്റും. ഓക്കെ, അപ്പൊ ഓൾ ഇന്ത്യ, അപ്പൊ 2 ടൈപ്പ് റാങ്ക് ലിസ്റ്റ് ഉണ്ട്. ഒന്ന് എന്താണ് ഓൾ ഇന്ത്യ കോട്ട റാങ്ക് ലിസ്റ്റ്, ഒന്ന് സ്റ്റേറ്റ് ഗവൺമെന്റ് കോട്ട റാങ്ക് ലിസ്റ്റും. ഈ സ്റ്റേറ്റ് ഗവൺമെന്റ് കോട്ടന്റെ റാങ്ക് ലിസ്റ്റ് തന്നെ അതാത് സ്റ്റേറ്റ് ആണ് പ്രസിദ്ധീകരിക്കുക. അത് അതാത് സ്റ്റേറ്റിൽ ജനിച്ച കുട്ടികൾക്ക് അല്ലെങ്കിൽ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ്, ജനിച്ചത് എന്നുള്ളത് കുറച്ച് കണ്ടീഷൻസ് ഒക്കെ വ്യത്യാസമുണ്ട്. ഇപ്പൊ ഗൾഫിൽ ജനിച്ച കുട്ടിയാണെങ്കിൽ പാരൻസ് ഇവിടെ നാട്ടിലെ പൗരത്വമുള്ള ആൾക്കാരാണെങ്കിൽ, നാട്ടിലെ ജനിച്ച ആൾക്കാരാണെങ്കിൽ, അങ്ങനെ കുറെ കണ്ടീഷൻസ് ഉണ്ടല്ലോ, ഇത്ര വർഷം ഇവിടെ പഠിച്ചു, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യും, കേരളത്തിൽ പ്രത്യേക റാങ്ക് ലിസ്റ്റ് ഉണ്ടാവും, അതിനനുസരിച്ചാണ് പ്രവേശനം. ഓക്കെ, അപ്പോൾ ഓൾ ഇന്ത്യ കോട്ട സ്റ്റേറ്റ് ഗവൺമെന്റ് കോട്ടയും ക്ലിയർ ആയില്ല. പിന്നെ മറ്റൊരു, ഇപ്പോൾ പ്രൈവറ്റ് മേഖലയിൽ ജോലി ചെയ്യുന്ന ആൾക്കാരാണ് വിചാരിക്കുക. അതായത് ഇപ്പോൾ ഒരു കമ്പനിയിൽ ESI, അപ്പോൾ കമ്പനിയിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ ESI ഉണ്ടാവും. എന്താണ്? എംപ്ലോയ്മെന്റ് സ്റ്റേറ്റ് ഇൻഷുറൻസ് സ്കീം, ESI സ്കീമർ. ESI സ്കീമിൽ അംഗമാണെങ്കിൽ അവരുടെ മക്കൾക്ക് എന്തുണ്ട്, ഒരു 11ഓളം ESI മെഡിക്കൽ കോളേജുകളുണ്ട്. അവിടെ എന്തുണ്ട്, ESI കോട്ടയിൽ പ്രവേശനം. അതായത് വളരെ മികച്ചൊരു സാധ്യതയാണ്. കുറച്ച് റാങ്ക് കുറഞ്ഞാലും ESI കോട്ട വഴി നമുക്ക് പ്രവേശനം ലഭിക്കും.
അപ്പം അങ്ങനെയൊക്കെയുള്ള സാധ്യതകൾ നമുക്ക് എന്തുണ്ട് ഈ നീറ്റ് പരീക്ഷയിൽ മികച്ച റാങ്ക് ഉണ്ടായാലുണ്ട്. പിന്നെ മറ്റൊന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജിപ്മർ പറഞ്ഞ സ്ഥാപനത്തിൽ എന്തുണ്ട് നഴ്സിംഗ് കോഴ്സിന് എന്തിൻ്റെ റാങ്കിൻ്റെ അടിസ്ഥാനത്തിലാണ്? നീറ്റിൻ്റെ റാങ്കിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രവേശനം. അതുപോലെ ദേശീയ പ്രാധാന്യമുള്ള പല സ്ഥാപനങ്ങളിലും നീറ്റ് അടിസ്ഥാനത്തിൽ നഴ്സിംഗ് നടത്തുന്നുണ്ട്. എത്ര ഫീസാവും എന്നറിയാൻ അങ്ങനെ നഴ്സിംഗ് പഠിക്കണമെങ്കിൽ ഒന്ന് ഗസ് ചെയ്തേ, ഒരു വൈൽഡ് ഗസ്, വെറുതെ അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞേ. അങ്ങനെ നഴ്സിംഗ് പഠിക്കണമെങ്കിൽ എത്ര ഫീസ് വരും? ഒരു രാജ്കുമാരി, അമൃത് കൗർ, അഹല്യ കോളേജ് ഓഫ് നഴ്സിംഗ് ഒക്കെ ഉണ്ട്. ഇവിടെ എത്ര വരും ഫീസ്? എത്ര ചേർത്തെ? ഒരു 6,000 6 lakh. ഓക്കെ, ഒന്ന് ഞാൻ പറയട്ടെ, എത്ര? 200 രൂപ. 1 കിലോ മത്തിക്ക് എത്ര ഉണ്ട്? 250 ഉറുപ്പിക കൊടുക്കണം അല്ലേ? അതുപോലുമില്ല ഇത്തരം സ്ഥാപനങ്ങളിൽ പഠിക്കാൻ. അതാണ് പഠനത്തിൻ്റെ ഏറ്റവും വലിയ മെച്ചം എന്ന് പറയുന്നത്. മനസ്സിലാണ്ട് പറഞ്ഞത്? അപ്പോൾ അത്രയും ചീപ്പായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? പഠിക്കാൻ പറ്റും. മറ്റൊരു സ്ഥാപനം എന്ന് പറയുന്നത് എയിംസ് ആണ്. എയിംസ് ആണ് എന്താ? എയിംസ് ആരാ? എയിംസ് എവിടെയുള്ളത്? ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്, എയിംസ് ഡൽഹിയിൽ. ഈ എയിംസിൽ പഠിക്കുമ്പോൾ എത്ര ഫീസാവും? എത്ര നീ കുറക്കണമെന്നാണ് ആലോചിക്കുന്നത്. കൂട്ടണോ കുറക്കണോ കൺഫ്യൂഷനായി അല്ലേ? എത്ര വേണ്ടി വരും? ഒരു 4,500-5,000 രൂപയാവുള്ളൂ ഒരു കൊല്ലത്തേക്ക്. ആരാ അവിടെ നമ്മളെ പേഷ്യൻ്റ്? നിങ്ങളെ നാലിച്ചൊക്കെ നരേന്ദ്രമോദി വന്നിട്ട് പനിയായിട്ട് ഇങ്ങനെ നിങ്ങളെ മുന്നിൽ വായ തുറന്നിങ്ങനെ നിൽക്കും. നിങ്ങളാണ് അവിടെ നോക്കണത് അല്ലേ? നാലിച്ചൊക്കെ ഡോക്ടർ മൻമോഹൻ സിംഗിനെ പോലെ, സോണിയാഗാന്ധിയെ പോലെ ഇന്ത്യയിലെ പ്രമുഖരായ എല്ലാവരും ചികിത്സ തരുന്ന ഏറ്റവും പ്രീമിയറായ ഹോസ്പിറ്റലാണ്. വിവിധ എയിംസുകളുണ്ട്. എയിംസ് ഭുവനേശ്വറിൻ്റെ ഒക്കെ ക്യാമ്പസ് നിങ്ങൾ കാണണം. അത്രയധികം മനോഹരമായ ക്യാമ്പസുകളാണ്. ഇതൊരു ഭംഗിയാണ് ഒരേ ക്യാമ്പസ്. ഈ സെൻട്രൽ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂട്ട് പറഞ്ഞാൽ സെൻട്രൽ ഗവൺമെൻറ് ധാരാളം ഫണ്ടുകൾ ഉണ്ടാവും. അപ്പോൾ പെട്ടെന്ന് തന്നെ ആയിരിക്കും അതിൻ്റെ വികസനം ഉണ്ടാവുക. ഭയങ്കര എക്സ്പോഷർ ആയിരിക്കും. പിന്നെ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തുള്ള കുട്ടികളും അവിടെ ഉണ്ടാവും. അപ്പോൾ അതിൻ്റേതായൊരു സാധ്യത നിങ്ങൾക്കുണ്ടാവും. അപ്പോൾ ഏറ്റവും പ്രീമിയറായിട്ട് തന്നെ പഠിക്കാനാണ് ആദ്യം നമ്മൾ ശ്രമിക്കേണ്ടത്. അത് കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? അടുത്ത ഘട്ടം എന്താണെന്നൊക്കെ നമ്മൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ്, തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പോലെയുള്ള സ്ഥാപനങ്ങൾ. ആംഡ് ഫോഴ്സസ് മെഡിക്കൽ കോളേജ് എവിടെയുള്ളത്? പൂനെയിലാണ്. എത്ര സീറ്റ് ഉണ്ട് ഇവിടെ? ഇവിടെ 145 സീറ്റാണുള്ളത്. ഈ 145 സീറ്റിൽ 115 സീറ്റും ആർക്കുള്ളതാ? ആൺകുട്ടികൾക്ക് മാത്രമുള്ളതാ. 30 സീറ്റാണ് പെൺകുട്ടികൾക്കുള്ളത്. എത്ര ഫീസ് ഉണ്ടാവും ഇവിടെ? ഇവിടെ എത്ര ഫീസ് ഉണ്ടാവും? കുറവായിരിക്കും. എത്രയായിരിക്കും? ഞാൻ പറയാം, ഒന്ന് പറയടോ. ആരൊന്നും പറയില്ല. വർഷം മാത്രമല്ല, നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ അറിയാം? ഈ വെറ്റിനറി സയൻസ് ഇഷ്ടപ്പെടുന്ന കുട്ടികൾക്ക്, അതായത് മൃഗങ്ങളെ, പെറ്റ്സിനൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് നല്ലൊരു മേഖലയാണ്. പക്ഷെ നല്ലതാണ് പറഞ്ഞ എല്ലാവരും ഡോക്ടറിന്റെ പേരിന്റെ മുന്നിൽ ചേർക്കാൻ വിചാരിച്ചു പോയാൽ നടക്കുമോ? ഇപ്പൊ സാധാരണ ഡോക്ടർമാർ എവിടെ ഉണ്ടാവില്ലേ? ഹോസ്പിറ്റലാണ്, AC-നുള്ളിൽ ഇരുന്നിട്ടാണ് മിക്കവാറും ചികിത്സയൊക്കെ നടത്തുന്നത്. പക്ഷെ നല്ലൊരു വെറ്റിനറി ഡോക്ടറിന് എവിടെയും പോകേണ്ടി വരും? AC-യിൽ ഇരിക്കണ പോലെ ആലയിൽ ഇരിക്കേണ്ടി വരും അല്ലേ? അവിടെയും പോയി ചെയ്യേണ്ടി വരും. പിന്നെ വേറെ എന്തുണ്ട്? നമ്മൾ സാധാരണ ഡോക്ടർ പോയിട്ട് എൻ്റെ പ്രയാസങ്ങൾ പറയും, പക്ഷെ മൃഗങ്ങൾ പറയോ? അപ്പൊ നല്ല മൃഗങ്ങളുമായിട്ട് ഇണങ്ങി പെരുമാറാൻ പറ്റുന്ന ഒരാളായിരിക്കും ആ മേഖലയിൽ വിജയിക്കുക. അപ്പോൾ നല്ല സാധ്യത ഉണ്ട് പറഞ്ഞാൽ അങ്ങോട്ട് ഓടിപ്പോയിട്ട് കാര്യമില്ല. പ്രത്യേകിച്ച് ഓസ്ട്രേലിയ പോലെ, ന്യൂസിലാൻഡ് പോലെയൊക്കെയുള്ള രാജ്യങ്ങളിലൊക്കെ ഡയറി പ്രൊഡക്ഷൻ, അതായത് പാലുൽപ്പന്നങ്ങളുടെ ഒക്കെ പ്രൊഡക്ഷനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പിന്നെ കുവൈത്ത് പോലെയുള്ള രാജ്യങ്ങളൊക്കെ നല്ല സാധ്യതയുള്ളൊരു മേഖല കൂടിയാണ്. സൂ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടൊക്കെ നല്ല സാധ്യതയുള്ള മേഖലയാണ് വെറ്ററിനറി സയൻസ്. പിന്നെ അതേപോലെ ആയുഷ് കോഴ്സുകൾ. എന്താ ആയുഷ് കോഴ്സാണ്? ആരാ? ആയുർവേദ, യോഗ, യുനാനി, സിദ്ധ, ഹോമിയോ. ഓക്കെ. അപ്പോൾ ഈ വെറ്റിനറിക്കും ആയുർവേദത്തിനൊക്കെ പ്രത്യേക കേട്ടോ കൗൺസിലിംഗ് ഒക്കെ. അതൊക്കെ നമുക്ക് ഇനി സംശയം ഉണ്ടാകുമ്പോൾ അതിനനുസരിച്ച് പറയാം. നിങ്ങൾക്കും തിരക്കായി എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ഏതായാലും ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട കേരളത്തിലെ CUET പരീക്ഷ വഴിയാണ് പ്രവേശനം. CUET പറഞ്ഞാൽ കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് വഴിയാണ് പ്രവേശനം. ഇനി അതേപോലെ അഗ്രികൾച്ചറിൻ്റെ എന്താ പറയുക, വിവിധ കോളേജുകളിലെ സീറ്റാണ് ഞാൻ 3 മണിക്കൂറുള്ളതുകൊണ്ടാണ് തിരിക്കാം. ഏതൊക്കെ എഞ്ചിനീയറിംഗിൻ്റെ 3 ഘട്ടങ്ങൾ പറഞ്ഞാൽ, ഒന്നെന്താണ്? ITI, പോളി, മറ്റേത് BTech. ITI പറഞ്ഞാൽ 10ാം ക്ലാസ്സിലെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ ITIയിലും പോളിക്കും നമുക്ക് പോവാം.
ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, നിങ്ങൾക്ക് പഠിക്കാൻ ഒരുപാട് ഇരുന്ന് പഠിക്കാൻ മടിയാണെങ്കിൽ പോളിടെക്നിക്കിലൊന്നും പോയാൽ ഒരു നഷ്ടവും ഇല്ല കേട്ടോ, നല്ല സാധ്യതയാണ്. പക്ഷെ എന്തുണ്ടാവണം? സ്കില്ലുണ്ടാവണം. നിങ്ങൾക്ക് ആ മേഖലയിൽ സ്കില്ലുണ്ടാവണം എന്നുള്ളത് പ്രധാനം. ഇപ്പോൾ കമ്പ്യൂട്ടർ സയൻസ്, ഇപ്പോൾ പോളിയിൽ നിങ്ങൾ കമ്പ്യൂട്ടർ സയൻസ് ഡിപ്ലോമ എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ഹാർഡ്വെയറിലോ നെറ്റ്വർക്കിങ്ങിലോ സോഫ്റ്റ്വെയറിലോ ഏതെങ്കിലും ഒരു സ്കില്ലുണ്ടെങ്കിൽ ആ മേഖലയിൽ പോയിട്ട് കാര്യമല്ലോ. അല്ല എങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ പരിചയത്താ പറഞ്ഞിട്ടുണ്ട്, പിന്നെ എന്താ പറയുക 3 കൊല്ലം കൊണ്ട് പഠിച്ചാൽ മതി, വേഗം ജോലി ഇട്ടു അങ്ങോട്ട് പോയാൽ ആരും എടുത്തിരുന്നില്ല. മനസ്സിലായില്ലേ? നിങ്ങൾക്ക് അത് സ്കില്ലുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഓക്കെയാണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? പോളി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരിട്ട് ലാറ്ററൽ എൻട്രി വഴി ബിടെക്കിന് ചേരാം. +2 സയൻസ് കഴിഞ്ഞ കുട്ടികൾക്ക് പോളിയുടെ 2ാം വർഷത്തിലേക്ക് ഡയറക്റ്റായിട്ട് എൻട്രി ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ഇനി ITI കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നെ അറിയുന്ന ഒരു എന്നോട്, സാറിൻ്റെ മകനോ അയൽവാസി എന്തോ ആണ്, ഐ മീൻ അവർ നമ്മുടെ കോൾ ഫീൽഡില്ലേ, കോൾ ഫീൽഡ് മീൻസ് എന്താ, ഈ പെട്രോളിയം ഇന്ധനങ്ങളൊക്കെ കുഴിച്ചെടുത്തിട്ട് അതെന്ത് ചെയ്യണം? സംസ്കരിക്കണം. ആ സംസ്കരിക്കാൻ വേണ്ടി ഇങ്ങനെ കുഴലിട്ടിട്ടാണ് ഇങ്ങനെ ഒരു പ്രോസസ്സ് ചെയ്യുന്ന സ്ഥലത്തേക്ക് എത്തിക്കുക. അപ്പോൾ ഇത് ഭയങ്കര പ്രശ്നമാണ് അല്ലേ, ഗ്യാസ് ലീക്കായാലൊക്കെ ഭയങ്കര. അപ്പം അവിടെ വെൽഡറായിട്ട് ജോലി ചെയ്യുന്നത് വെറും ITI യോഗ്യത ഉള്ള ആൾക്ക് 5-6 ലക്ഷം രൂപ സാലറി ഉണ്ട്. മനസ്സിലാണ്ട്? അപ്പം അങ്ങനെ അത്രയും റിസ്കി ജോബാണ്, പക്ഷെ അതിനനുസരിച്ചുള്ള സാലറി ഉണ്ട്. അപ്പം നമ്മൾ ഒരു കോഴ്സിനെ നമ്മൾ കുഞ്ഞാക്കിയോ ചെറുതാക്കിയോ ഒന്നും കാണേണ്ട ആവശ്യമില്ല. എല്ലാത്തിനും അതിൻ്റേതായ പ്രാധാന്യവും അതിൻ്റേതായ സാധ്യതകളുണ്ട്. ഇനി എഞ്ചിനീയറിംഗ് മേഖലയിലേക്ക് കടന്നു വരികയാണെങ്കിൽ പ്രധാനപ്പെട്ട എൻട്രൻസ് പരീക്ഷകൾ ഏതൊക്കെയാണ്? JEE മെയിൻ, JEE അഡ്വാൻസ്ഡ് ഒക്കെ കേട്ടിട്ടുണ്ടാവും അല്ലേ? ഓരോന്നോട്ടായി പറയാം. നമുക്ക് JEE മെയിൻ വഴി നമുക്ക് എവിടെ പോവാം? NIT-കളിലേക്കും IIT-കളിലേക്കും പോകാൻ പറ്റും. ഓക്കെ, അപ്പോൾ NIT-കളും IIT-കളും IIIT-കളും ഗവൺമെൻറ് ഫണ്ട് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ തുടങ്ങിയത് നോക്ക്, എന്തൊരു ഭംഗിയില്ലേ ക്യാമ്പസ് കാണാൻ അല്ലേ? നോക്കുന്ന ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങളുടെ വീട്ടിൽ, നിങ്ങളിപ്പോൾ നിങ്ങളുടെ വീട്ടിലല്ലേ അല്ലേ? എവിടെ വീട്? ജയാൻ്റെ വീട് എവിടെ? കോഴിക്കോട് ചേവായൂർ. ഇതിൻ്റെ വീട് അതല്ലേ അല്ലേ? 10 കൊല്ലം കഴിഞ്ഞാൽ എൻ്റെ വീട് എവിടേക്കും? ഇപ്പൊ ഞാൻ എന്നിപ്പോൾ വാഴക്കാട്, എൻ്റെ വീട്, ഞാൻ 10ാം ക്ലാസ് അല്ല എന്താ പറയുക ഡിഗ്രി പഠിക്കുന്നവരെ അല്ല MSc പഠിക്കുന്നവരെ എൻ്റെ വീട് എവിടെയായിരുന്നു? വാഴക്കാട് തോട്ടത്തിലേനെ. പിന്നെ ഇപ്പം എന്നോട് എവിടെ ചോദിച്ചാൽ എനിക്ക് ആദ്യം ഒരു കൺഫ്യൂഷനാണ്, വാഴക്കാട് പറയണോ വടവൂർ പറയണോ? കൺഫ്യൂഷനാണ്. ആ അഡ്രസ്സ് മാറും അല്ലേ? അതേസമയം നിങ്ങളൊരു NIT-യിലോ ഒരു IIT-യിലോ ഇനി അഥവാ നിങ്ങൾ സ്കൂളിൽ പഠിച്ച് 10 കൊല്ലം 100 കൊല്ലം കഴിഞ്ഞാലും നിങ്ങൾ എവിടെ പഠിച്ചേ? പഠിച്ചു കൊടുത്താൽ പഠിച്ച അഡ്രസ്സ് മാറില്ല അല്ലേ? നിങ്ങളൊരു IIT-യനാണ് NIT-യനാണ് അല്ലേ? നിങ്ങൾ നീ ഏത് സ്കൂളാണ് പഠിച്ചേ? ക്രസൻറ്റ് മാവൂര് അല്ലേ? പിന്നെ വേറൊരാളൊരു പറഞ്ഞേ, നീ എവിടെ പഠിച്ച മോളെ? കക്കോല് അല്ലേ? ഈ സ്കൂളാണ് ഒരാൾ, കക്കോ സ്കൂളാണ് പഠിച്ചത് അല്ലേ? അല്ലെങ്കിൽ മാവൂര് സ്കൂളാണ് പഠിച്ചത്. ഈ സ്കൂളിൽ ഒരു കല്ലിൻ്റെ പൈസ നമ്മൾ കൊടുത്തുണ്ടാവില്ല ഉണ്ടാക്കുമ്പോൾ അല്ലേ? നമ്മളെന്തെങ്കിലും സംഭാവന ആയിട്ട് കൊടുത്തുണ്ടാവും, ശരി. എന്നാലും വലിയൊരു ഇൻഫ്ലുവൻസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. മിക്കവാറും വലിയ കമ്പനികളിലെ എന്തായിട്ടുണ്ടാവുക? സീനിയർ ഓഫീസേഴ്സ് ആയിട്ട് ഉണ്ടാവാം അല്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ടൊരു അലുമിനി അല്ലേ, ഒരു നല്ലൊരു അലുമിനി അല്ലെങ്കിൽ ഒരു പൂർവ്വ വിദ്യാർത്ഥി അവിടെ ഉണ്ട്, അവൻ നമ്മുടെ കോളേജിൽ പഠിച്ച അതിൻ്റെ ഒരു പരിഗണന ഉണ്ടാവും. മാത്രമല്ല അവിടെ പ്ലേസ്മെൻറ്റ് സെല്ലുകൾ സജീവമായിരിക്കും. പ്ലേസ്മെൻറ്റ് സെല്ല് എന്താ? 4 കൊല്ലം കഴിയുമ്പോഴേക്ക് നമ്മൾ ജോലി കിട്ടാൻ വേണ്ടി കമ്പനികൾ അവിടെ വരും ഇൻ്റർവ്യൂവിന്. അപ്പോൾ അവിടെ എന്തായിരിക്കും? നമുക്ക് സാധ്യത കൂടുതലാണ് അല്ലേ? അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള പ്രീമിയർ സ്ഥാപനങ്ങളിൽ പഠിക്കാൻ നമ്മൾ കൃത്യമായി ശ്രമിക്കണം. ഒരുപാട് പൈസ ആവുമെന്ന് തോന്നുന്നുണ്ടോ? പൈസക്ക് എന്താണ്, ഒരുപാട് സ്കോളർഷിപ്പുകൾ ലഭ്യമാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ നന്നായി പഠിക്കാം, നന്നായി ശ്രമിക്കാം. ഇപ്പം അത് മാത്രമല്ല, ഇപ്പം ഞങ്ങളുടെ സ്കൂളിലൊക്കെ കുട്ടികൾ വൈകുന്നേരം വിട്ടാൽ സ്പെഷ്യൽ എടുക്കും. ഞങ്ങൾ 5 മണി വരെ ക്ലാസ് വേണ്ട മിസ്സേ പ്ലീസ് എന്നൊക്കെ പറയും എന്നോട്. എന്താ കാര്യം? കളിക്കാൻ പോകണം. എവിടുന്നായി കളിക്കൽ? ടർഫിൽ. ടർഫ് പറഞ്ഞാൽ എത്ര ഉണ്ടാവും ന്യൂസോ? ടർഫ് എത്ര ഉണ്ടാവും? ഇതിനേക്കാൾ കുറച്ചുകൂടി വീതി ഉണ്ടാവും, കുറച്ച് നീളവും ഉണ്ടാവും അല്ലേ? ഒരു എത്ര വീതി? ഒരു എന്താ പറയുക, ഒരു 10 മീറ്റർ വീതി 10 മീറ്റർ നീളത്തിലുള്ള ഒരു പ്ലോട്ടാണ് വിചാരിക്കുക. ആ ടർഫിൽ ഒരു നേരം കളിക്കാൻ എത്ര പൈസ കൊടുക്കണം നമ്മൾ? മണിക്കൂറിന് 3000-4000 ഉറുപ്പിക കൊടുക്കണം അല്ലേ? ഇപ്പം എത്രയായി? സീസൺ അനുസരിച്ച് അല്ലേ? സീസൺ അനുസരിച്ച് പൈസ. ഇപ്പം എത്ര പൈസ? 1000 ഉറുപ്പിക മണിക്കൂറിന്. ഒരു ടീമിന് ഒരു മണിക്കൂർ കളിക്കാൻ 1000 ഉറുപ്പിക അല്ലേ? മാസം 30 ദിവസം കളിക്കണേല് എത്രയായി? റെഡി അല്ലേ? എന്നാൽ നിങ്ങൾക്ക് എപ്പം വേണമെങ്കിലും കയറി കളിക്കാം. ഇവിടെ ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡുള്ള നിങ്ങളുടെ ഈ സ്ഥാപനത്തിലെ ഗ്രൗണ്ടിൽ കളിച്ചൂടെ അല്ലേ? ഞങ്ങളൊക്കെ ചെറിയ കുട്ടികളാകുമ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, അന്ന് അസറുദ്ദീന് രഞ്ജി ട്രോഫി കളിക്കാൻ വന്നിട്ടുണ്ട് കാലിക്കറ്റ് NIT-യിൽ. അന്ന് ഇന്ത്യൻ ക്യാപ്റ്റൻ അദ്ദേഹമായിരുന്നു.
പക്ഷെ രഞ്ജി ക്യാപ്റ്റനായ സമയത്ത് വിവിധങ്ങളായ എൻട്രൻസ് ആണ്. IISc-യിലാണെങ്കിൽ ഏതാണ് പരീക്ഷ? JEE അഡ്വാൻസ്ഡ് ഉണ്ട്, ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ട്, നീറ്റ് പരീക്ഷ വഴിയൊക്കെ IISc-യിൽ പോവാം. നിങ്ങൾക്കറിയാം നമ്മുടെ മുജീബ് ഖാന്റെ മോള് ഫൈഹ പ്രൈം മിനിസ്റ്റേഴ്സ് റിസർച്ച് ഫെലോഷിപ്പ് നേടിയിട്ട് ഇപ്പോൾ IIT ബോംബെയിൽ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവൾക്ക് പുതിയ ഒരു സ്കോളർഷിപ്പ് ഇട്ട് ഇപ്പോൾ US-ൽ പോകാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. US-ൽ പോകാമെന്ന് മാത്രമല്ല, എനിക്ക് തോന്നുന്നു ഒരു 2.5 ലക്ഷം രൂപ പെർ മന്ത് സ്കോളർഷിപ്പായിട്ട് കൂടി ലഭിച്ചിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കൂ, വലിയ സാധ്യതകളാണ് റിസർച്ച് മേഖലയിൽ പോകുന്ന കുട്ടികൾക്ക് ഉണ്ടാവുന്നത്. അത് മാത്രമല്ല, ജീവിതത്തെ കൂടുതൽ ലഘൂകരിക്കുന്നതിന് വേണ്ടിയുള്ള പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, നടത്തുകയും ചെയ്യാം അല്ലേ. നൈസർ ഉണ്ട്. ഈ നൈസറിലൊക്കെ പഠിച്ചാൽ പറഞ്ഞ പോലെ വളരെ മികച്ച സാധ്യതകളാണ്. ഇപ്പം ഞങ്ങളുടെ തന്നെ ബന്ധുണ്ട് സ്പെയിനിൽ, ഈ നൈസറിൽ പഠിച്ചിട്ട് ഇപ്പം അവന് സ്പെയിനിൽ റിസർച്ച് സയൻറ്റിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. നൈസറിൽ പഠിക്കുമ്പോൾ നമുക്ക് സ്കോളർഷിപ്പ് ഇങ്ങോട്ട് ലഭ്യമാണ്. ഓക്കെ, നല്ല അതുപോലെ ഇന്റേൺഷിപ്പിനുള്ള 80,000 റുപ്പീസ് ഒക്കെ നമുക്ക് ലഭ്യമായിരിക്കും. IIST അതാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ടെക്നോളജി. നമ്മൾ IISc-യിൽ നന്നായിട്ട് നല്ല CGPA ഉണ്ടാവുകയാണെങ്കിൽ, അവിടെ മാർക്കിന് CGPA എന്നാണ് പറയാ, നല്ല CGPA ഉണ്ടെങ്കിൽ നമ്മളെ സയൻറ്റിസ്റ്റായിട്ട് അവിടെ എടുക്കുക മാത്രമല്ല, നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ അടച്ച ഫീസൊക്കെ നമുക്ക് തിരിച്ചു തരും. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെയുള്ള മികച്ച സാധ്യതകളാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. സ്റ്റാറ്റിസ്റ്റിക്സിൽ മികച്ച സാധ്യത ഉള്ള സ്ഥാപനമാണ്. ഈ ISI-ലൊക്കെ പഠിച്ചാലുണ്ടല്ലോ, നിങ്ങൾ പിന്നെ ചായക്ക് ഇപ്പോൾ എത്ര പൈസ കൊടുക്കണോ? പുറത്തുനിന്ന് ചായ കുടിക്കുകയാണെങ്കിൽ എത്ര 12 അല്ലേ? ഈ ISI-ന്റെ ക്യാൻറ്റീനിൽ എത്ര പൈസ അറിയാം നിങ്ങൾക്ക്? എത്ര ആയിരിക്കും? 1 രൂപ? 1 രൂപ ഇല്ല, 50 പൈസ. പൈസ നിങ്ങൾ കണ്ടണോ? 50 പൈസ ഓൺലി. ഇത്രയധികം സാധ്യതകളാണ്, ഇത്രയധികം കുറഞ്ഞ ഫീസിൽ നമുക്ക് പഠിക്കാം. ചെന്നൈ മാത്തമാറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് വളരെ മികച്ച സാധ്യതയാണ് അല്ലേ. മാത്തമാറ്റിക്സും സ്റ്റാറ്റിസ്റ്റിക്സും ഡാറ്റാ സയൻസ്. എന്താ ഡാറ്റാ സയൻസ് പറഞ്ഞാൽ? ഇപ്പം നിങ്ങൾ ഫോണിൽ ഒരു കാര്യം സെർച്ച് ചെയ്യാണ്, ആമസോണിൽ നിങ്ങളൊരു സാധനം വാങ്ങി, ഒരു ബൂട്ട് വാങ്ങി, അടുത്ത ആഴ്ച ഫോൺ ഓർക്കുമ്പോൾ വീണ്ടും എന്ത് വരും അല്ല, അടുത്ത ആഴ്ചയിൽ അടുത്ത ദിവസം ഫോൺ ഓർക്കുമ്പോൾ അല്ലെങ്കിൽ അടുത്ത സെക്കൻഡിൽ ഫോൺ ഓർക്കുമ്പോൾ ഒരു 10 ബൂട്ടിൻ്റെ വേറെ ഫോട്ടോസ് വരും അല്ലേ. നമ്മൾ എന്തെങ്കിലും ഒരു ഡ്രസ്സ് വാങ്ങി, ഒരു 10 ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഡ്രസ്സ്, ഡിഫറെൻറ്റ് മെറ്റീരിയൽസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതാണ് ഡാറ്റാ സയൻസ് പറഞ്ഞാൽ അല്ലേ. നമ്മളെ ഏരിയ എന്താണ്, നമ്മുടെ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ്, അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യും, നമ്മളെ വാങ്ങിക്കോ എന്ന് പറഞ്ഞ് ഇങ്ങനെ നമ്മളെ പ്രേരിപ്പിക്കും. അപ്പോൾ അതായത് ഡേറ്റകളെ അനലൈസ് ചെയ്തിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ നമ്മളെ പ്രേരിപ്പിക്കാൻ. അപ്പോൾ ഈ ഡാറ്റ അനാലിസിസിൻ്റെ മേഖലയിലൊക്കെ പോകാൻ താല്പര്യമുള്ള ആൾക്കാർ നല്ല സാധ്യതയാണ് സ്റ്റാറ്റിസ്റ്റിക്സ് പോലെയുള്ള കോഴ്സുകൾ നൽകുന്നത്. കമ്പ്യൂട്ടർ സയൻസും അതേപോലെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ, ഡാറ്റാ സയൻസിൻ്റെ, മെഷീൻ ലേണിങ്ങിൻ്റെ, ഇൻ്റർനെറ്റ് ഓഫ് തിങ്സിൻ്റെ വലിയൊരു ലോകത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പോൾ അത്യാവശ്യം സ്കില്ലൊക്കെ ഉള്ള ആൾക്കാർക്ക് നല്ല സാധ്യതകളാണ് ഇതൊക്കെ നൽകുന്നത്. പിന്നെ നമുക്ക് സാധാരണ കോളേജിൽ ഡിഗ്രി പഠിച്ചിട്ട് MSc എടുത്തിട്ട് അങ്ങനെയും എന്ത് ചെയ്യാം, റിസർച്ച് മേഖലയിലേക്ക് പോകാൻ പറ്റും. ഓക്കെ, ഇനി ഇതേപോലെ മറ്റൊരു വലിയ മേഖലയാണ് പാരാമെഡിക്കൽ, നഴ്സിംഗ്, MLT അല്ലേ. അതുപോലെ സംസാര വൈകല്യമുള്ള കുട്ടികളെ സഹായിക്കുന്ന ഓഡിയോളജി ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പാത്തോളജി, നേരത്തെ പറഞ്ഞ പോലെ കാർഡിയോ വാസ്കുലർ ടെക്നോളജി. പിന്നെ എന്താ പറയുക, ഈ പാരാമെഡിക്കൽ കോഴ്സസ് എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഒന്നാമത്തെ അംഗീകാരമുള്ള സ്ഥാപനത്തിൽ നിന്ന് എടുക്കാവൂ. രണ്ടാമത്തെ കാര്യം, നമ്മൾ നോക്കുക, ഒരു ഹോസ്പിറ്റൽ എടുക്കുമ്പോൾ അവിടെ ഒരു ഡോക്ടർ ഉണ്ട് അല്ലെങ്കിൽ ഒരു 5 ഡോക്ടർ ഉണ്ട് വിചാരിക്കും, എത്ര നഴ്സുമാരുണ്ടാവണം? ഒരു 5 ഡോക്ടർമാരുള്ള ഹോസ്പിറ്റലിൽ എത്ര ഉണ്ടാവും? ഒരു 50 നഴ്സുമാർ അല്ലെങ്കിൽ അല്ലേ, ഒരു 25 നഴ്സുമാർ എന്തായാലും ആവശ്യം ഉണ്ടാവും അല്ലേ. അപ്പോൾ അവിടെ നിങ്ങൾ ജോബിന്റെ ഡിസ്ട്രിബ്യൂഷൻ നോക്കുക, ഏറ്റവും കൂടുതൽ ആരാണ് വേണ്ടത്, അതിനാണല്ലോ ഏറ്റവും കൂടുതൽ സാധ്യത ഉള്ളത്. അവർക്കല്ലേ കൂടുതൽ ജോലി ആവശ്യമുള്ള ആളല്ലേ കൂടുതൽ ജോലി ഉണ്ടാവാം. മറ്റൊന്ന് MLT അല്ലേ, നമ്മൾ രക്തം അതുപോലെയുള്ള പിന്നെ എന്താ പറയുക പോലെയുള്ള വസ്തുക്കൾ പരിശോധിക്കാതെ രോഗനിർണയം നടത്തുന്നില്ല അല്ലേ. രക്തം, കഫം, മലമൂത്രം ഒക്കെ പരിശോധിച്ചിട്ടാണ് രോഗം നിർണ്ണയിക്കുന്നത്. അപ്പോൾ ഈ രോഗനിർണയത്തിന് എന്താവശ്യമാണ്? MLT കഴിഞ്ഞ ആളാവശ്യമാണ് അല്ലേ. അതേപോലെ ഇമേജിംഗ് ടെക്നോളജി, സ്കാനിങ് ചെയ്യണം, എക്സ്റേ ചെയ്യണം, റേഡിയേഷൻ ആൻഡ് ഇമേജിംഗ് ടെക്നോളജി കോഴ്സുകളുണ്ട്. പിന്നെ അതേപോലെ ഫാർമസി, മരുന്നെടുത്ത് കൊടുക്കണം അല്ലേ, ഫാർമസിസ്റ്റിൻ്റെ ആവശ്യമുണ്ട്. മരുന്നെടുത്ത് കൊടുക്കലല്ല ഫാർമസിസ്റ്റിൻ്റെ ജോലി. സത്യത്തിൽ ഈ B.Pharm ഒക്കെ കഴിഞ്ഞിട്ട് മരുന്ന് ഉണ്ടാക്കുന്ന കമ്പനിയിലാണ് നമ്മൾ ജോലി ചെയ്യേണ്ടത്. ഇപ്പോൾ M.Pharm, ഫാർമ മാനേജ്മെൻ്റ് ഒക്കെ കഴിഞ്ഞ് വലിയ സാലറിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ നമുക്ക് തന്നെ അറിയാം. പക്ഷെ നമ്മളെ കുട്ടികൾ സാധാരണ ഫാർമസി കോഴ്സ് ചെയ്തിട്ട് എന്താ, ഏതെങ്കിലും പീടികയിൽ പോയിട്ട് മരുന്നെടുത്ത് കൊടുക്കാൻ നോക്കും. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. ഓക്കെ, ഫാർമസി റിസർച്ചിൻ്റെ മേഖലകളിലാണ്. ഇപ്പോൾ ഇന്ത്യയിൽ ഇഷ്ടം പോലെ ഫാർമസി കമ്പനികളുണ്ട്, അവിടെയാണ് നമ്മൾ ജോലി ചെയ്യേണ്ടത്.
അപ്പം അങ്ങനെയൊക്കെയുള്ള സാധ്യതകളുണ്ട്. പിന്നെ അതേപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, റെയർ കോഴ്സസ് ഉണ്ടാവും വലിയ പേരിലുള്ള, ഉദാഹരണം പെർഫ്യൂഷൻ ടെക്നോളജി, ഇങ്ങനെയൊക്കെയുള്ള പേരുകളുണ്ട്. ഈ പെർഫ്യൂഷൻ ടെക്നോളജിസ്റ്റിൻ്റെ ആവശ്യം എപ്പോഴാണ് അറിയോ? എപ്പോഴാണ്? ഓപ്പൺ ഹാർട്ട് സർജറി ചെയ്യുമ്പോൾ നമ്മുടെ ഹൃദയത്തിൻ്റെ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെക്കണം. അങ്ങനെ താൽക്കാലികമായി നിർത്തിവെക്കുമ്പോൾ അവിടെ ആര് വേണം? ഒരു നല്ല എക്സ്പേർട്ടിൻ്റെ ആവശ്യമുണ്ട്. അയാളാണ് പെർഫ്യൂഷൻ ടെക്നോളജിസ്റ്റ്. അപ്പോൾ ഈ പെർഫ്യൂഷൻ ടെക്നോളജിസ്റ്റിന് എത്ര ആൾ ആവശ്യമുണ്ടാവും നമ്മുടെ നാട്ടിൽ? ഓപ്പൺ ഹാർട്ട് സർജറി നടക്കുന്ന ഹോസ്പിറ്റലിലേ ആവശ്യമുള്ളൂ. അങ്ങനെ എത്ര ഹോസ്പിറ്റൽ നമ്മുടെ നാട്ടിലുണ്ട്? വളരെ അപൂർവം, 4-5. ഇപ്പോൾ കോഴിക്കോട് സിറ്റിയിലാണ് 4-5 ഹോസ്പിറ്റലേ നമുക്ക് ഉണ്ടാവുള്ളൂ, അല്ലേ? അപ്പോൾ അത്ര ആളാവശ്യമുള്ളൂ. അപ്പോൾ നമ്മൾ പാരാമെഡിക്കൽ കോഴ്സിൻ്റെ പേരിൻ്റെ വൈവിധ്യം കൊണ്ട് അതിലേക്ക് പോകരുത്. എത്രമാത്രം സാധ്യതയുണ്ട് ആ കോഴ്സിന്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് തിങ്. നമ്മൾ നല്ലൊരു കോഴ്സ് പഠിച്ചിട്ട് ഇനിയിപ്പം ഞാൻ എന്താ ചെയ്യുക എന്ന് ആലോചിക്കേണ്ട അവസ്ഥ ഉണ്ടാവരുത്. ഓക്കെ, അപ്പോൾ നമ്മളൊരു കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോൾ അത് കൃത്യമായി നമ്മൾ ശ്രദ്ധിക്കണം. DLED കോഴ്സാണ്, 2 വർഷത്തെ കോഴ്സാണ്. പക്ഷേ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി വരുന്നതോടുകൂടി ആ കോഴ്സിനൊക്കെ എന്ത് വേണ്ടി വരും? ഡിഗ്രി വേണ്ടി വരും. അപ്പോൾ നമ്മൾ എളുപ്പം ചെയ്യാൻ പറ്റുമെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഡിഗ്രി കോഴ്സുകളുടെ പ്രാധാന്യം വളരെയധികം വർദ്ധിക്കുകയാണ്. ഹൈസ്കൂൾ ടീച്ചർ ആവുകയാണെങ്കിൽ ഒരു വിഷയത്തിൽ ഡിഗ്രിയും പിന്നെ BEdഉം പിന്നെ കേരളത്തിലെ ടീച്ചിങ് എലിജിബിലിറ്റി ടെസ്റ്റായ KTET പരീക്ഷ എഴുതണം, അല്ലേ? ഹയർ സെക്കൻഡറി ടീച്ചർ ആവുകയാണെങ്കിൽ എന്ത് ചെയ്യണം? ഡിഗ്രിയും PG, അതായത് ഇപ്പോൾ ഫിസിക്സിൻ്റെ ടീച്ചർ ആണെങ്കിൽ ഫിസിക്സിൽ BSc പഠിക്കണം, MSc പഠിക്കണം, BEd ഫിസിക്കൽ സയൻസ് എടുക്കണം, എന്നിട്ട് സെറ്റ് പറഞ്ഞ ഒരു പരീക്ഷ എഴുതണം. പക്ഷെ കോളേജ് അധ്യാപകനാവാൻ എന്തിൻ്റെ ആവശ്യമില്ല? BEdൻ്റെ ആവശ്യമില്ല. PG കഴിഞ്ഞിട്ട് അതിലെന്ത് ചെയ്യുക? UGC പരീക്ഷ എഴുതാണ് വേണ്ടത്. എന്നിട്ട് PhD എടുത്തിട്ടാണ് കോളേജ് അധ്യാപകനാവൽ. ഓക്കെ, ഇങ്ങനെയാണ് ടീച്ചിങ് മേഖലയിൽ സാധ്യത എന്ന് പറയുന്നത്. അതുപോലെ ന്യൂ ജനറേഷൻ കോഴ്സസ് ധാരാളമുണ്ട്, എത്തിക്കൽ ഹാക്കിംഗ്, സൈബർ സെക്യൂരിറ്റി തുടങ്ങി. അപ്പം ഞാൻ എപ്പോഴും പറയാറുള്ളത്, ഇപ്പം ഞാൻ തന്നെ, എൻ്റെ ഒരു ഫ്രണ്ടുണ്ട് വിദ്യ, ടീച്ചർ, നടക്കാവ് സ്കൂളിലെ ടീച്ചറാണ്. വിദ്യൻ്റെ മകൻ 6ാം ക്ലാസ് മുതൽ പൈത്തണിലെ എക്സ്പേർട്ടാണ്. അപ്പോൾ അവന് പിന്നെ 10ാം ക്ലാസ്സിന് ശേഷം പഠിച്ചിട്ടില്ല. അവൾക്ക് ഭയങ്കര വിഷമം, വിദ്യക്ക് ഭയങ്കര വിഷമമാണ് അവൻ്റെ കാര്യം പറയും. പക്ഷേ 10ാം ക്ലാസ്സിന് ശേഷം അവൻ പഠിച്ചിട്ടില്ല. കാരണം എന്താ? അവനിതിൽ എക്സ്പേർട്ടാണ്. അവന് ജോലി കിട്ടും. അവനൊരു കമ്പനീൻ്റെ സീനിയർ ഓഫീസറായിട്ട് വർക്ക് ചെയ്യാണ്. വളരെ മികച്ച സാലറിയിലേക്ക്, അറൗണ്ട് 4 lakh എങ്ങാനും ഉണ്ടെന്ന് തോന്നുന്നു. അത്രയും വലിയ സാലറിയിൽ അവർ വർക്ക് ചെയ്യാണ്. അപ്പോൾ പിന്നെ അവർക്ക് ഈ കോഴ്സിൻ്റെ ആവശ്യമില്ലല്ലോ, +2 ഒന്നും ആവശ്യമില്ലല്ലോ. അപ്പോൾ പുതിയ കാലഘട്ടത്തിലെ കോഴ്സുകൾ നമ്മൾ ഈ പറഞ്ഞ അതേ വഴിയിൽ തന്നെ പോകണമെന്നൊന്നുമില്ല. ഓക്കെ, നിങ്ങൾ സ്കിൽഡ് ആണെങ്കിൽ, ആ മേഖലയിൽ സ്കിൽഡ് ആണെങ്കിൽ, നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഓൺലൈനായിട്ടൊക്കെ ധാരാളം കോഴ്സുകൾ ലഭ്യമാണ്. പ്രൈവറ്റായിട്ട് നമുക്ക് ധാരാളം കോഴ്സുകൾ റെഗുലർ സ്കൂളിംഗ് ഇല്ലാതെ തന്നെ ചെയ്യാൻ പറ്റും. അങ്ങനെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഇനി കൊമേഴ്സ് മേഖല, പ്രോസ്തെറ്റിക് ആൻഡ് ഓർത്തോട്ടിക്സ് എന്നാൽ കൃത്രിമ അവയവങ്ങൾ ഉണ്ടാക്കലാണ്. കൃത്രിമ അവയവങ്ങൾ പറഞ്ഞാൽ എന്താ? അതായത് ഇപ്പോൾ നമ്മൾ കയ്യോ കാലോ മുറിഞ്ഞ്, പക്ഷെ എന്ത് ചെയ്യണം? അത് റീപ്ലേസ് ചെയ്യണം. അത് റീപ്ലേസ് ചെയ്യാൻ എന്ത് ചെയ്യും? നമ്മുടെ ഇതേപോലെ ഈ പ്രോസ്തെറ്റിക്സ് ആൻഡ് ഓർത്തോട്ടിക്സ് കഴിഞ്ഞ ആൾക്കാരാണ് സിമിലറായ അവയവങ്ങൾ ഉണ്ടാക്കുന്നത്. നല്ലൊരു സാധ്യതയുള്ള മേഖലയാണ്. അതുപോലെ ഒക്യുപ്പേഷണൽ തെറാപ്പി, ഇപ്പോൾ ഡൗൺ സിൻഡ്രോം ബാധിച്ച കുട്ടികളൊക്കെ ഉണ്ടാവും. അവർക്ക് അവരുടെ ജീവിതത്തിൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ അവരെ റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതൊക്കെ ചെയ്യുന്നത് ഒക്യുപ്പേഷണൽ തെറാപ്പിസ്റ്റാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള വളരെ വൈവിധ്യങ്ങളായ മേഖലകൾ നമ്മുടെ സയൻസ് മേഖലയിലുണ്ട്. ഇനി കൊമേഴ്സ് മേഖലയിലേക്ക്, ടീച്ചിങ് മേഖല ഞാൻ പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് ഒരു വിധമൊക്കെ അറിയുണ്ടാവും. +2 ടീച്ചർ അല്ലെ ഹയർ സെക്കൻഡറി ടീച്ചർ ആവാൻ, LP തുടങ്ങാൻ നമുക്ക് പ്രൈമറി ടീച്ചർ ആവാനായിട്ട് തിരിക്കാം. ഒന്ന് അക്കൗണ്ടിങ് ആൻഡ് ഫിനാൻസ് മേഖലകൾ, മറ്റൊന്ന് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് മാനേജ്മെൻറ്റ് മേഖലകൾ. അക്കൗണ്ടിങ് ആൻഡ് ഫിനാൻസ് മേഖലയിൽ പ്രധാനപ്പെട്ടതാണ് ചാർട്ടേഡ് കോഴ്സുകൾ. ഇപ്പം നിങ്ങൾ നാട് മുഴുവൻ പരസ്യം കാണുന്നുണ്ടാവും, അല്ലേ? 21 വയസ്സിൽ ജീവിതം സെറ്റാക്കാം പറഞ്ഞിട്ട് ധാരാളം പരസ്യങ്ങൾ കാണാറുണ്ട്. സെറ്റാവും എങ്ങനെയുള്ളവർക്ക്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറായ ആൾക്കാർക്ക്, അല്ലേ? അല്ലാതെ ബേസിൽ ജോസഫോ മോഹൻലാലോ എന്ന് പറഞ്ഞാലൊന്നും സെറ്റാവില്ല, നമ്മൾ വിചാരിക്കണം, അല്ലേ? അതുകൊണ്ട് തീർച്ചയായിട്ടും എന്ത് ചെയ്യുക? ചാർട്ടേഡ് കോഴ്സിനാണ് പോണതെങ്കിൽ വളരെ പ്രീമിയറാണ്. ഈവൻ നമ്മൾ ആൾക്കാരില്ല, ഒരു സാധനത്തിൻ്റെ ഡിമാൻഡ് വെച്ച് നോക്കുമ്പോൾ അത്രയധികം സാധനം ഇവിടെ ലഭ്യമല്ല എന്ന് പറയില്ലേ, അത്രയധികം ഡിമാൻഡുള്ളതാണ് ചാർട്ടേഡ് കോഴ്സുകൾ. CS പോലെയുള്ളതാണ്. പക്ഷെ എന്ത് ചെയ്യണം? നമ്മൾ മെഡിക്കൽ എഞ്ചിനീയറിങ്ങിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ ഒരു 50% പ്രിപ്പറേഷനേ ആവശ്യമുള്ളൂ. പക്ഷെ എന്ത് ചെയ്യണം? കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യണം. അതൊരു പ്രോസസ്സാണ്. ആ പ്രോസസ്സിനകത്ത് ഇൻവോൾവ് ചെയ്ത് തന്നെ ചെയ്യാൻ നമുക്ക് പറ്റണം. വലിയ സാധ്യതയാണ്.
മറ്റൊന്ന് ഡിഗ്രി കോഴ്സസ് ആണ്, ബികോം പോലെയുള്ള കോഴ്സുകൾ. അത് നമുക്ക് നോർമലി മാർക്ക് അടിസ്ഥാനത്തിലോ CUET പോലെ ഉള്ള എൻട്രൻസ് പരീക്ഷയുടെ അടിസ്ഥാനത്തിലോ പോകാൻ പറ്റും. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊന്ന് മാനേജ്മെന്റ് മേഖലയാണ് അല്ലേ. MBA ഒക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? ഈ MBAയിൽ 2 തരത്തിൽ നമുക്ക് MBAക്ക് പോകാം. ഒന്ന് ഡിഗ്രി കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാം, MBAക്ക് പോവാം. ഏത് ഡിഗ്രിയോ, എഞ്ചിനീയറിംഗ് ആവാം, മെഡിക്കൽ ആവാം, BSc ആവാം, ബികോം ആവാം, ഏത് ഡിഗ്രി കഴിഞ്ഞ് നമുക്ക് MBA പോവാം. മറ്റൊരു ഡിഗ്രി എന്ന് പറയുന്നത് ഏതാണ്? ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാം ഇൻ മാനേജ്മെന്റ് എന്ന് പറയും. IPM എന്നാണ് പറയാം, ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാം ഇൻ മാനേജ്മെന്റ്. IPM വഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മാനേജ്മെന്റ് മേഖലയിലേക്ക് പോകാൻ സാധിക്കും. ഇത് ഞാൻ ഒരു കുട്ടിയായിട്ട് ഇങ്ങനെ സംസാരിച്ചു. അപ്പോൾ അവൻ്റെ അച്ഛൻ ഈ പറഞ്ഞ പോലെ എന്തോ ചെറിയ പണിയാണ്. അച്ഛന് മകനെ ഡോക്ടറാക്കാനാണ് ഇഷ്ടം. പക്ഷെ മകൻ എന്താണ് ഇഷ്ടം? മകന് കോച്ചിങ്ങിനൊക്കെ പോയി തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് ബയോളജി എനിക്ക് ചേരൂല, ബയോളജി എനിക്ക് താല്പര്യമില്ല. മനസ്സിലായി. അവൻ കോച്ചിങ് പോയ സ്ഥലത്ത് നിന്ന് ഇങ്ങനെ ഒരു കോഴ്സിനെ കുറിച്ച് കേട്ടു, ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാം ഇൻ മാനേജ്മെൻറ്റ്. അപ്പോൾ അവൻ ആ മേഖലയിൽ പോയാൽ മതി എന്നുള്ളത്. അങ്ങനെ എൻട്രൻസ് എഴുതാൻ തീരുമാനിച്ചു. എൻട്രൻസ് എഴുതി. റിസൾട്ട് വന്നപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ അവന് ഒരു ബോർഡർ ലൈനിൽ കിട്ടുമെന്ന് ഉറപ്പില്ല. അങ്ങനെ അച്ഛനും മകനും തമ്മിൽ ഭയങ്കര, അച്ഛനെ വിഷമിപ്പിക്കാൻ അവന് താല്പര്യമില്ല. പക്ഷെ അവസാനം അവൻ തീരുമാനിച്ചു, എനിക്ക് ആദ്യത്തെ അലോട്ട്മെൻറ്റിൽ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ കിട്ടുകയാണെങ്കിൽ ഞാൻ MBBSന് പോവാം. അല്ലെങ്കിൽ ഞാൻ ഈ IPM പ്രോഗ്രാം വഴി MBA ചേരാൻ, എന്താ പറയുക, ഇൻഡോറിൽ IIM ഇൻഡോറിൽ MBA ചേരാനാണ് തീരുമാനിച്ചത്. അങ്ങനെ അവന് അലോട്ട്മെൻറ്റ് വന്നു. അവൻ പറഞ്ഞു, ഭാഗ്യം, എനിക്ക് കിട്ടിയില്ല. അതായത് KMCTയിലാണ് അലോട്ട്മെൻറ്റ് വന്നത്, MBBSന് കിട്ടിയില്ല. അവൻ IIM ഇൻഡോറിൽ, അതായത് 5 IIMലെ ഈ പ്രോഗ്രാമുള്ളൂ. IIM ഇൻഡോർ, റോത്തക്ക്, റാഞ്ചി, ബോധ്ഗയ, ജമ്മു. ഇവിടെ അടുത്തിടെ IIM ഉണ്ടോ? കേരളത്തിൽ IIM ഉണ്ടോ? ഇല്ലേ? എവിടെ ഉണ്ട്? കോഴിക്കോടുണ്ട്, കുന്നമംഗലത്തുണ്ട്. കണ്ടിട്ടില്ലേ? പോയി കാണണം. വലിയ ഒരുപാട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആർക്കിടെക്ചറുള്ള ഒരു ബിൽഡിംഗ് ആണത്. ഭയങ്കര അറിസ്യ NIT. ഓക്കെ, IIM ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ്. ആ IIMൻ്റെ തന്നെ ഭാഗമാണ് ഞാൻ ഈ പറഞ്ഞ സ്ഥാപനങ്ങൾ. അവിടേക്കുള്ള എൻട്രൻസ് പരീക്ഷ വഴി അവൻ അലോട്ട്മെൻറ്റ് വന്ന് അവൻ ജോയിൻ ചെയ്തു. തോന്നുന്നു 2018 എങ്ങാനാണ് അവന് കോഴ്സ് കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞത്. അവന് ആദ്യത്തെ, അതായത് 2018 അവന് ലഭിച്ച ആദ്യത്തെ സാലറി എന്ന് പറഞ്ഞത് പെർ ആനം 36 lakhs ആണ്. 36 ലക്ഷം ആനുവലി പറഞ്ഞാൽ ഒരു മാസം എത്ര കിട്ടി? എത്ര? 3 ലക്ഷം അല്ലേ? അവൻ്റെ അച്ഛൻ എന്നോട് പറഞ്ഞെന്താ അറിയോ, 56 വയസ്സായി എനിക്ക്, ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും പൈസ ഒന്നിച്ച് കാണുന്നത്. 21 വയസ്സായ മകൻ്റെ സാലറിയാണ് ഞാൻ ഈ പറഞ്ഞത്. അപ്പോൾ നമ്മൾ വിചാരിക്കും മെഡിക്കൽ എഞ്ചിനീയറിംഗ് ചെയ്താൽ മാത്രം സിമ്പിളാണ്. പക്ഷെ നമുക്ക് ഏറ്റവും പ്രീമിയർ ആയ ഒരു മേഖലയിൽ എത്താൻ പറ്റും. അങ്ങനെയുള്ള ധാരാളം സബ്ജക്റ്റുകൾ ഹ്യൂമാനിറ്റീസ് മേഖലയിൽ നമുക്ക് പഠിക്കാൻ പറ്റും അല്ലേ. ഇവരൊക്കെ രാജ്യം കണ്ട പ്രതിഭകളായിട്ടുള്ള ആൾക്കാരാണ്. അതുപോലെ വളരെ സെൻറ്റ് സ്റ്റീഫൻസിൽ പഠിച്ച ഒരാളെ പേര് പറഞ്ഞേ. സെൻറ്റ് സ്റ്റീഫൻസിൽ പഠിച്ച ഒരാളെ പേര്. സെൻറ്റ് സ്റ്റീഫൻസിൽ പഠിച്ച ഒരാൾ. സെൻറ്റ് സ്റ്റീഫൻസ് എവിടെ കോളേജ്? ഡൽഹി യൂണിവേഴ്സിറ്റിൻ്റെ കീഴിലുള്ള കോളേജാണ്. രാഹുൽ ഗാന്ധി സെൻറ്റ് സ്റ്റീഫൻസിലെ പ്രൊഡക്റ്റാണ്. ഓക്കെ, അങ്ങനെയുള്ള വളരെ വളരെ മികച്ച നേതൃത്വം നൽകുന്ന ആൾക്കാർ. JNUവിലെ വിദ്യാർത്ഥിയായിരുന്നു ആര്? ഡോക്ടർ ശശി തരൂർ. ഓക്കെ, അപ്പം ഇങ്ങനെയൊക്കെയുള്ള വളരെ പ്രീമിയറായ സ്ഥാപനങ്ങൾ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. സൈക്കോളജി, സോഷ്യോളജി, സോഷ്യൽ വർക്ക് തുടങ്ങി, ജോഗ്രഫി തുടങ്ങി ധാരാളം മേഖലകൾ നമുക്ക് എന്ത് ചെയ്യാം, ഇത്തരം മേഖലകളിൽ നമുക്ക് പഠിക്കാൻ പറ്റും. മറ്റൊരു പ്രധാനപ്പെട്ട ലാംഗ്വേജ്. നമ്മൾ വിചാരിക്കും അറബി മലയാളമൊക്കെ പഠിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? നല്ല ലാംഗ്വേജ് സ്കില്ലുള്ള കുട്ടികൾക്ക് എന്ത് ചെയ്യാം, വളരെ മികച്ച സാധ്യതയാണ് ലാംഗ്വേജ് വഴി ലഭിക്കുന്നത്. അപ്പോൾ ഞാൻ ഫറൂഖ് കോളേജിൽ എൻ്റെ ഒരു സ്റ്റുഡൻ്റ് ഉണ്ട്. ഫറൂഖ് കോളേജിൽ അവന് BA അറബിക്കിനാട്ടോ പഠിച്ചത്. അപ്പോൾ BA അവൻ അറബിക്കിന് പഠിച്ചപ്പോൾ അവനെന്ത് മനസ്സിലായി, പിന്നെ ഇതൊന്നും വലിയ കാര്യമില്ല എന്നൊക്കെ അവൻ വിചാരിച്ച്. അങ്ങനെ അവൻ MA അറബിക്കിന് എവിടെ പോയി അറിയാം? എവിടെ? IFLU ഉണ്ട്. എന്താ IFLU പറഞ്ഞാൽ? ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജസ് യൂണിവേഴ്സിറ്റി. എവിടെയാണത്? ഹൈദരാബാദിലാണ്. ഹൈദരാബാദിൽ പോയി അവന്. അപ്പോൾ അവൻ എന്നോട് അവിടെ ജോയിൻ ചെയ്ത് ഉടനെ എന്നോടാണ്, മിസ്സേ എനിക്കൊരു പണി കിട്ടിയിട്ടാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഇവൻ്റെ കയ്യിലിരിപ്പോണ്ടുള്ള പണി കിട്ടലാണ്. അപ്പോൾ ഞാൻ എനിക്ക് എന്ത് പണി? അപ്പോൾ എന്നോട് പറഞ്ഞു അത് പിന്നെ ആമസോണിലാണ്. ആമസോണിലാകുമ്പോൾ നമ്മളെന്താ വിചാരിക്കുക, ഡെലിവറി ബോയ് ആയിരിക്കും അല്ലേ. അപ്പോൾ ഞാൻ നേരെ എടുത്ത് പോയി ചോദിച്ചാൽ എനിക്ക് എവിടുന്ന വണ്ടി കിട്ടി. നമ്മളങ്ങനെയല്ലേ ചോദിക്കാം. അപ്പോൾ വണ്ടിയൊന്നും വേണ്ട, പിന്നെന്താ പണി? അവന് പണി എന്നാൽ ആമസോണിൽ
മോഷ്ടിച്ച കാർഡ് കൊണ്ട് പർച്ചേസ് ചെയ്യുന്ന ആൾക്കാരെ കണ്ടുപിടിക്കലാണ് അവൻ്റെ ജോലി. മോഷ്ടിച്ച കാർഡ് കൊണ്ട് ആരെങ്കിലും പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അത് കണ്ടുപിടിക്കലാണ് അവൻ്റെ ജോലി. അപ്പം ഞാൻ ചോദിച്ചു ഞങ്ങൾക്ക് എത്ര സാലറി ഉണ്ട്? അപ്പോൾ പറഞ്ഞ് ഒരു 2020 കേട്ട സംഭവം, അവന് 48,000 റുപ്പീസ് സാലറി ഉണ്ട്. എന്ത് MA പഠിക്കുന്ന കുട്ടിയാണ്, ജസ്റ്റ് BA അറബിക്ക് കഴിഞ്ഞ് MAക്ക് ജോയിൻ ചെയ്തിട്ട്. അല്ലെങ്കിൽ ഇനിയിപ്പോൾ കണ്ടുപിടിച്ചാലോ, കണ്ടുപിടിച്ചാൽ ഒരു 90,000 ഒക്കെ ഉണ്ടാവും. എന്തിനാ അത്ര പൈസ അല്ലേ നമുക്ക് അല്ലേ? 90,000 റുപ്പീസ് ഉണ്ട്. ഇവൻ്റെ കയ്യിൽ ആകെയുള്ള എന്താ? അവൻ നല്ലോണം ഇംഗ്ലീഷ് അറിയാം, അറബി അറിയാം, പിന്നെ എന്താ പറയുക, ഇംഗ്ലീഷ് അറിയാം, അറബിക്ക് അറിയാം, പിന്നെ എന്താ പറയുക, അത്യാവശ്യം കമ്പ്യൂട്ടർ യൂസ് ചെയ്യാൻ അറിയാം. ഈ സ്കില്ല് വെച്ചിട്ടാണ് ഇവൻ ഈ സാലറി ഉണ്ടാക്കുന്നത്. മനസ്സിലാണ്ട് പറഞ്ഞത്? അപ്പം അതുകൊണ്ട് ഏത് സബ്ജക്റ്റ് ആവട്ടെ, ലാംഗ്വേജ് ആവട്ടെ, നമ്മൾ ആ മേഖലയിൽ സ്കിൽഡ് ആണ്. അതാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അല്ലാതെ ആരെങ്കിലും പറഞ്ഞ കോഴ്സ് നമ്മൾ പോകാൻ നിൽക്കരുത്. എനിക്കതിൽ മികച്ച വിജയം കൈവരിക്കാൻ സാധിക്കുമോ അതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, പഠനം മുന്നോട്ട് കൊണ്ടുപോകാം. ഓക്കെ അല്ലേ? ബാപ്പ പെട്ടെന്ന് മരിച്ചു, ഉമ്മ ഓർഫനേജിൽ കൊണ്ടുപോയാക്കി. ആ ഓർഫനേജിൽ നിന്ന് എന്താ പറയുക, താല്പര്യമേ ഇല്ലായിരുന്നു പഠിക്കാൻ. വേഗം ഇങ്ങനെ നിർത്തിപ്പോന്ന് 10ാം ക്ലാസ് കഴിഞ്ഞ് പോന്നിട്ട് പണിക്ക് പോകണമെന്നാണ് വിചാരിച്ചത്. പക്ഷേ അവിടെ നിന്ന് ഒരു ക്വിസ് മത്സരത്തിൽ പങ്കെടുക്കുകയും അവിചാരിതമായി 1ാം സമ്മാനം ലഭിക്കുകയും അങ്ങനെ ഇനി എനിക്ക് പഠിക്കാം, ഞാൻ തെറ്റില്ല, കുഴപ്പമില്ല എന്ന് തീരുമാനിക്കുകയും ചെയ്യണം. പിന്നീട് അദ്ദേഹം പഠിച്ചു, പ്രീ ഡിഗ്രിക്ക് ജോയിൻ ചെയ്തു. പക്ഷേ പ്രീ ഡിഗ്രി പൂർത്തിയാക്കാനായില്ല, വീട്ടിലെ ദാരിദ്ര്യം കാരണം. പ്രീ ഡിഗ്രി ഫസ്റ്റ് ഇയർ കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ +1 കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം എന്ത് ചെയ്തു, TTC കോഴ്സിന് ചേർന്നു. TTC കോഴ്സിന് ശേഷം എന്ത് ചെയ്തു, അത് കംപ്ലീറ്റ് ചെയ്ത് എന്താ പറയുക, വീട്ടിൽ നിന്ന് ഹോസ്റ്റലിൽ നിന്ന് എല്ലാം വെക്കേറ്റ് ചെയ്ത് വീട്ടിലേക്ക് എത്തി. എന്നിട്ട് നേരെ പോയത് നമ്മളെ ഇവിടെ തൊട്ടടുത്തുണ്ട്, ഇവിടെ ഉള്ള ആൾക്കാർക്കൊക്കെ അറിയുണ്ടാവും, മാവൂർ ഗോളിയറാൻസിൽ കരാർ തൊഴിലാളിയായിട്ടാണ് ജോലി ചെയ്തത്. അങ്ങനെ കരാർ തൊഴിലാളിൻ്റെ ജോലി ചെയ്യുന്ന സമയത്ത് ഈ നാട്ടിലുള്ള പയ്യന്മാരോട് പറഞ്ഞാൽ നമ്മളൊരു PSC എഴുതി വെക്കുക. അങ്ങനെ ചെക്കന്മാരൊക്കെ വിളിച്ച് PSCക്ക് ചോദ്യമൊക്കെ ഇയാൾ തന്നെ ഉണ്ടാക്കി കൊടുത്തത്. അങ്ങനെ PSCക്ക് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങി, എഴുതുന്ന PSC ഒക്കെ കിട്ടാൻ തുടങ്ങി. ആദ്യമായിട്ട് PSC കിട്ടിയത് പമ്പ് ഓപ്പറേറ്ററായിട്ടാണ്. അതായത് നമ്മളെ മാവൂരിൻ്റെ അടുത്ത് PWD ഉണ്ടല്ലോ, വാട്ടർ അതോറിറ്റിൻ്റെ, അവിടെ പമ്പ് ഓപ്പറേറ്ററായിട്ട് പമ്പ് ഓണാക്കുക ഓഫാക്കുക, ഇതായിരുന്നു ജോലി. അങ്ങനെ PSC കിട്ടി. പിന്നെ പയ്യെ UP സ്കൂൾ അധ്യാപകനായി TTC യോഗ്യത വെച്ചിട്ട്. അതേസമയം പ്രീ ഡിഗ്രി പ്രൈവറ്റായിട്ട് പൂർത്തിയാക്കുകയും ചെയ്തു. പിന്നീട് എന്തായി, പത്രത്തിലൊരു ഹെഡിങ് വന്നു. എന്താണ്? ഇദ്ദേഹത്തെക്കുറിച്ച് നാട്ടിലൊരു പ്രാദേശിക ലേഖനം എഴുതി, മുഹമ്മദ് അലി ശിഹാബ് റാങ്കുകളുടെ തോഴൻ, ഇനി നേടാൻ സിവിൽ സർവീസ് മാത്രം. അത് വന്നതോടുകൂടി എന്തില്ല, സിവിൽ സർവീസ് എഴുതാനുള്ള യോഗ്യത ഇല്ല. എന്തായിരുന്നു യോഗ്യത? ഡിഗ്രി അല്ലേ? പിന്നെ അവൻ വേഗം പോയി ഡിഗ്രിക്ക് പ്രൈവറ്റായി രജിസ്റ്റർ ചെയ്തു, കംപ്ലീറ്റ് ചെയ്തു. 31ാമത്തെ വയസ്സിൽ സിവിൽ സർവീസ് ക്വാളിഫൈ ചെയ്തു. എന്തുകൊണ്ടാണ് അത്ര ലേറ്റ് ആയത്? കറക്റ്റ് ഗൈഡൻസ് കിട്ടാത്തതുകൊണ്ട്. അത് നൽകുന്നതിന് വേണ്ടിയാണ് നമ്മൾ എന്ത് പറയണത്, ഈ കാര്യം ഇപ്പം പറയണത് അല്ലേ? നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ കാണിച്ച കുട്ടികളില്ലേ, അവരൊക്കെ 20-21 വയസ്സിലാണ് ഈ സിവിൽ സർവീസിൻ്റെ വിജയകിരീടം ചൂടുന്നത്. മുഹമ്മദ് അലി ശിഹാബ് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്, 21ാമത്തെ വയസ്സിൽ എനിക്ക് നേടാവുന്ന സിവിൽ സർവീസ് അതിൻ്റെ അടിസ്ഥാന യോഗ്യത ഡിഗ്രി ആണെന്ന് ഞാൻ അറിയുന്നത് 27ാമത്തെ വയസ്സിലാണ്. കൃത്യമായ ഗൈഡൻസിൻ്റെ അഭാവമാണ്. അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള കുടുംബങ്ങളും സ്കൂളുകളും സ്ഥാപനങ്ങളും മഹല്ലുകളും ഒക്കെ എന്തിനു വേണ്ടി ശ്രമിക്കുന്നത്, കുട്ടികളെ ഗൈഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. അതുകൊണ്ട് മനസ്സിലൊരു സ്വപ്നം സൂക്ഷിക്കുക. ആ സ്വപ്നത്തെ വളരെയധികം ആഗ്രഹത്തോടു കൂടി ചേസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. UPSC നടത്തുന്ന സിവിൽ സർവീസ് പരീക്ഷ 3 ഘട്ടങ്ങളായിട്ടുണ്ടാവുക. പ്രിലിമിനറി, മെയിൻസ്, ഇൻ്റർവ്യൂ. ഓരോ ഘട്ടങ്ങളിലും ക്വാളിഫൈ ചെയ്യുന്ന ആൾക്കാരെ അതിനനുസരിച്ച് സെലക്ട് ചെയ്യും. 27ഓളം സർവീസുകളുണ്ട്. സിവിൽ സർവീസ് എന്നാൽ IAS മാത്രമല്ല, IPS, IFS, ഇന്ത്യൻ അക്കൗണ്ട്സ് ആൻഡ് ഓഡിറ്റ് സർവീസ് തുടങ്ങി 27ഓളം സർവീസുകളുണ്ട്. അതുപോലെ SSC ഉണ്ട്, സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ. അത്യാവശ്യം നല്ല മാത്തമാറ്റിക്കൽ സ്കില്ലൊക്കെ ഉള്ള ആൾക്കാർക്ക് വളരെ മികച്ച അവസരമാണ്. SSC +2 കഴിഞ്ഞ കുട്ടിയൊക്കെ തന്നെ എഴുതാം. CHSL, കമ്പൈൻ ഹയർ സെക്കൻഡറി ലെവൽ എക്സാമിനേഷൻ. അപ്പോൾ നിങ്ങളൊക്കെ 18 വയസ്സായി പൂർത്തിയാകുമ്പോൾ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം, ഇത്തരം എക്സാംസിന് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, ഇതൊക്കെ നല്ല സാധ്യതയാണ് നിങ്ങൾക്ക് ഗവൺമെൻറ് സെക്ടറിലേക്ക് നൽകുന്നത്. അതുപോലെ റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡ് നടത്തുന്ന പരീക്ഷകൾ, ബാങ്കിങ് സെലക്ഷൻ ബോർഡ്. ഏട്ടനും 2 പെങ്ങന്മാരാണ്. ഷൈനമോളാണ് മൂത്തത്, ദെൻ ഷൈല, അക്ബർ. പെങ്ങന്മാർ 2ആളും IAS ആണ്, ആങ്ങള IPS ആണ്. ഒരു സാധാരണ ഒരു സ്കൂൾ മാഷ മക്കളാണ്. ഇപ്പോൾ അവരെ വീടിൻ്റെ സ്ഥലം അറിയപ്പെടുന്നത് IAS മുക്ക് എന്നാണ്. IAS മുക്ക് എന്നാണ് അറിയപ്പെടുന്നത്. നിങ്ങൾ പറഞ്ഞ പോലെ സയൻസോ എഞ്ചിനീയറിംഗ് ഒന്നും പഠിച്ച ആൾക്കാരല്ല, BA എക്കണോമിക്സും LLB ഒക്കെ പഠിച്ച ആൾക്കാരാണ്.
നന്നായിട്ട് വർക്ക് ചെയ്തു. അതിൻ്റെ ഫലമായിട്ട് ഇന്ന് രാജ്യത്തെ ഏറ്റവും മികച്ച പോസ്റ്റിലിരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ നന്നായി സ്വപ്നം കാണുകയും പ്രാവശ്യം നമ്മുടെ തോട്ടത്തിൽ ഫാമിലിയിലെ മണത്തോട്ടത്തിൽ അബ്ദുറഹിം വെള്ളാപ്പുണ്ട്. അബ്ദുറഹിം വെള്ളാപ്പൻ്റെ മകൾ തൊയ്യബ ടീച്ചറുടെ മകനാണ് ഫറാഷ്. ഇപ്പം മലപ്പുറം ജില്ലയിൽ IPS ഓഫീസറായിട്ട് വർക്ക് ചെയ്യാണ്. എന്താ പറയുക, അവന് എൻജിനീയറിംഗ് ആണ് കഴിഞ്ഞത്, ബേസിക് ഗ്രാജുവേഷൻ എൻജിനീയറിംഗിലാണ്. പക്ഷേ സിവിൽ സർവീസിന് പ്രിപ്പയർ ചെയ്തു. വളരെ സിസ്റ്റമാറ്റിക്കായി പ്രിപ്പയർ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ അത് ക്വാളിഫൈ ചെയ്യും, മികച്ച വിജയം കൈവരിക്കാൻ നല്ല അഭിമാനിക്കാവുന്ന നേട്ടമാണ് അല്ലേ. വളരെ വളരെ കുറച്ചാണ്, അതായത് ഏകദേശം 1-2 ലക്ഷത്തോളം ഒരാൾ അപേക്ഷിക്കും. അതിലൊരു 13,000-ഓളം ആൾക്കാരാണ് മെയിൻസിന് സെലക്ട് ചെയ്യുക. അതിൽ നിന്നൊരു 3,000 ആൾക്കാരാണ് ഇൻ്റർവ്യൂവിന് വിളിക്കുക. ആ 3,000-ൽ നിന്നാണ് ഒരു 1,000 ഒക്കെ ആക്കി ചുരുക്കുക. ഈ 1000-ൽ പെടുക എന്നുള്ളത് അത്രയും കോമ്പിറ്റൻ്റ് ആയ ആൾക്കാരാണ് ഇതിന് പങ്കെടുക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു വിജയം എന്ന് പറയുന്നത് വലിയ ഒരു എന്താ പറയുക, വലിയൊരു നേട്ടം തന്നെയാണ്. അപ്പം നമ്മളൊക്കെ അതെ ഏക IPS ഓഫീസറാണ്, സിവിൽ സർവീസ് ഓഫീസറാണ്. ഒക്കെ വലിയ അഭിമാനം നൽകുന്നതാണ്. അപ്പോൾ വിജയിച്ച എല്ലാവരും ഉണ്ടാവും, പക്ഷെ വിജയിക്കണേ മുമ്പ് വരെ ആരും ഉണ്ടാവില്ല. ഈവൻ ചിലപ്പോൾ നിങ്ങളെ ബാക്കിയുള്ളവർ വരെ കുറ്റപ്പെടുത്തിയെന്ന് വരും, ഓക്കെ, മോശമായി ചിത്രീകരിച്ചെന്ന് വരും. അപ്പോൾ അതൊന്നും നിങ്ങൾ നോക്കണ്ട. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ലക്ഷ്യം ഉണ്ടെങ്കിൽ അല്ലേ, ജീവിതത്തിൽ ഭൗതികമായിട്ടുള്ള ലക്ഷ്യത്തെക്കുറിച്ച് മാത്രമല്ല, ആത്മീയമായുള്ള വിജയം കൂടി അതിൽ പ്രധാനമാണ്. അതുകൊണ്ട് ചിട്ടയായ ജീവിതക്രമം പാലിച്ചുകൊണ്ട് മികച്ച വിജയം കൈവരിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക. കരിയർ ആഗ്രഹിക്കുന്നെങ്കിൽ നമ്മൾ ഫിസിക്കൽ എഡ്യൂക്കേഷൻ കോഴ്സാണ് ചെയ്യേണ്ടത്. അവിടെ തന്നെ നമുക്ക് സ്പെഷ്യലൈസേഷൻ, ഇപ്പോൾ ഫുട്ബോളാണ്, ഫുട്ബോൾ, ഹോക്കി ആണെങ്കിൽ ഹോക്കി, ഇങ്ങനെ ഓരോ സ്പെഷ്യലൈസേഷൻ മേഖലകൾ നമുക്കുണ്ട്. ഗുസ്തി, കരാട്ടെ തുടങ്ങി ഏത് മേഖലയും നമുക്ക് സെലക്ട് ചെയ്യാം. ഏതെങ്കിലും ഒരു മേഖലയിൽ സ്പെഷ്യലൈസ് ചെയ്തിട്ട് ഇപ്പോൾ സ്പോർട്സ് മാനേജർ ആവാം. അപ്പോൾ IPL ഒക്കെ തുടങ്ങിയതുകൊണ്ട് നല്ല സാധ്യതയാണ്. IPL, ISL ഒക്കെ തുടങ്ങി. അപ്പോൾ അത്തരം മാനേജ്മെൻറ്റ് മേഖലയിൽ സ്പോർട്സ് ഫിസിയോതെറാപ്പി കഴിഞ്ഞിട്ട് സ്പോർട്സ് ഫിസിയോ ആയിട്ട് മാറാൻ പറ്റും. പിന്നെ അതേപോലെ ടീം മാനേജർ തുടങ്ങി ധാരാളം പോസ്റ്റുകൾ അത്തരം മേഖലകളിലുണ്ട്. പ്രൈവറ്റ് മേഖലയിലൊക്കെ സ്പോർട്സ് വലിയൊരു എന്താ പറയുക ഇവൻ്റാണ് അല്ലേ. അപ്പോൾ ആ ഇവൻറ്റിലൊക്കെ അങ്ങനെയുള്ള ഇവൻ്റിൻ്റെ ഭാഗമൊക്കെ ആയിട്ട് നമുക്ക് നന്നായിട്ട് ഷൈൻ ചെയ്യാൻ പറ്റും അത്തരം മേഖലകളിൽ. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട മേഖല, നിങ്ങൾക്കറിയാം പണ്ടൊക്കെ അഗ്രികൾച്ചർ ആയിരുന്നു ഏറ്റവും ആൾക്കാർ ജോലി ചെയ്തിരുന്ന മേഖല. ഇപ്പോൾ അഗ്രികൾച്ചർ നമ്മൾ എന്തായി മാറി, അഗ്രി ബിസിനസ്സായി മാറി. ഈ അഗ്രി ബിസിനസ് ഇപ്പോൾ എന്തായി മാറി, ഫുഡ് പ്രോസസ്സിങ്ങിലേക്ക് മാറി. ഇപ്പോൾ നമ്മളൊക്കെ പാക്കറ്റ് ഫുഡാണ് അല്ലെ. ഇപ്പോൾ ആര് ചപ്പാത്തിയൊക്കെ നമ്മുടെ വീട്ടിലൊക്കെ ഫംഗ്ഷൻ്റെ ആര് ചപ്പാത്തി ഒന്നും പരത്തില്ല, ഉറപ്പാണ് പാക്കറ്റ് ചപ്പാത്തിയാണ് വാങ്ങുന്നത്. അപ്പോൾ ഫുഡ് പ്രോസസ്സിങ്ങിൻ്റെ മേഖല അപ്പോൾ പുതിയ കാലഘട്ടത്തിനനുസരിച്ച് ധാരാളം മാറ്റങ്ങൾ നിഖില മേഖലകളിലും വന്നിട്ടുണ്ട്. അവസാനമായിട്ട് ഈ ഫോട്ടോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇതാരാ ഈ 2 ഫോട്ടോസ്? ആരാ? ഞാൻ കുറേ ആൾക്കാരുണ്ടാവും, നല്ല ഞാൻ 2 ആൾക്കാരെ റെപ്രസെൻ്റ് ചെയ്യുന്നുള്ളൂ. ആരാ? ഒന്ന് കുറ്റ്യാടി അബ്ദുള്ള കുട്ടി മൗലവി, മറ്റേത് അറിയില്ലേ, MT അബ്ദുറഹ്മാൻ മൗലവി. ഞാൻ കഴിഞ്ഞ ആഴ്ച ചെന്നൈയിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെന്നൈയിൽ നിന്ന് വീണ്ടും ഒരു 100 കിലോമീറ്റർ പോയാലാണ് വെല്ലൂരെത്തുക. വെല്ലൂർ ബാക്കിയാത്ത് സാലിഹാത്തിലാണ് വല്യാപ്പ പഠിച്ചത്. അപ്പോൾ ഞാൻ ആലോചിക്കുകയാണ്, അത്രയും ആ കാലഘട്ടത്തിൽ അത്രയും ദൂരെ യാത്ര ചെയ്ത് പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു മോട്ടിവേഷൻ എന്തായിരിക്കും. എന്നിട്ട് ജീവിതം മുഴുവൻ ത്യജിക്കുകയാണ്. വല്യാപ്പ വാഴക്കാടുണ്ടായിരുന്ന അവസാന കാലഘട്ടത്തിലാണ്, അദ്ദേഹത്തിൻ്റെ റിട്ടയർമെൻറ്റിന് ശേഷമായിരിക്കും, എനിക്ക് തോന്നുന്നു ഒരു 60-65 വയസ്സിന് ശേഷമാണ് സ്ഥിരമായിട്ട് വാഴക്കാടുണ്ടായത്. അതിന് മുമ്പ് കുറേ കാലം ദേവത്തൊക്കെ ആയിട്ട് വാഴക്കാടൊക്കെ സെറ്റ് ആയതിനു ശേഷം പിന്നെ വല്യാപ്പ ഈ നാട്ടിലല്ല, യാത്രകൾ ചെയ്ത് ഇങ്ങനെ ഓരോ നാടിൻ്റെയും വിപുലീകരണത്തിന്, അവിടെ സാംസ്കാരികമായും മതപരമായുള്ള ഉയർത്തെഴുന്നേൽപ്പിന് വേണ്ടിയുള്ള ശ്രമങ്ങളായിരുന്നു. എനിക്കിങ്ങനെ എണീറ്റെന്ന് സംസാരിക്കാൻ പറ്റുന്നെങ്കിൽ ഏത് നാട്ടിൽ പോയി ഇങ്ങനെ പറഞ്ഞു, നമുക്ക് അങ്ങനെ ഒരു ചരിത്രം ഉള്ളതുകൊണ്ടാണ്. ഇവരിങ്ങനെ പണിയെടുത്തുകൊണ്ടാണ് ഈ നാട്ടിലെ മെജോറിറ്റി ഇങ്ങനെ എണീച്ച് നിൽക്കാൻ പറ്റുന്നത്. ഇന്നും നമ്മൾ ഇതിനു വേണ്ടി നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇവരൊക്കെ ചെയ്ത ത്യാഗങ്ങൾ, അബ്ദുള്ള കുട്ടി മൗലവിയെ പോലെയുള്ള ആൾക്കാർ സ്ഥാപിച്ച സ്ഥാപനങ്ങൾ, ആ നാടിലുണ്ടാക്കിയ മാറ്റങ്ങൾ, വിദ്യാഭ്യാസ വിപ്ലവങ്ങൾ, ഇപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ ധാരാളം സ്ഥാപനങ്ങൾ, ഇതിനൊക്കെ പിന്നിൽ ഇങ്ങനെയുള്ള ആൾക്കാരുടെ ചോരയും നീരുമാണ്. അങ്ങനെ ഒരു മഹിതമായ പാരമ്പര്യത്തിൻ്റെ ഉടമകളാണ് നമ്മൾ. പാരമ്പര്യം എന്ന് പറഞ്ഞിട്ട് നമ്മൾ നിന്നിട്ട് കാര്യമില്ല, നമ്മളത് ചെയ്യണം, സമൂഹത്തിൽ ഇറങ്ങി പ്രവർത്തിക്കണം. നമ്മൾ പോകുന്ന മേഖലകളിലൊക്കെ നമ്മുടെ ഐഡൻറ്റിറ്റി കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഇടപെടേണ്ട മേഖലകളിൽ ഇടപെടാനും, പറയേണ്ട മേഖലയിൽ പറയാനും, നോ പറയേണ്ടടുത്ത് നോ പറയാനും, അഭിപ്രായങ്ങൾ പറയേണ്ടടുത്ത് തുറന്നു പറയാനും സാധിക്കുന്ന മികച്ച വിദ്യാർത്ഥി സമൂഹമായി, മികച്ച കുട്ടികളായി, മികച്ച വ്യക്തികളായി അല്ലേ സമൂഹം. അത് അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിലൂടെയാണ് രാജ്യം കൂടി കടന്നു പോകുന്നത്. അവിടെ നിങ്ങൾ ഐഡൻറ്റിറ്റി കാത്തു സൂക്ഷിച്ചുകൊണ്ട് വ്യക്തമായി
അല്ലെ അതിനെ അഡ്രസ്സ് ചെയ്യുന്ന നല്ലൊരു സൊസൈറ്റിയായി മാറാൻ നമുക്ക് സാധിക്കട്ടെ എന്ന്. അപ്പൊ അങ്ങനെയുള്ള ഒരു തലമുറയാണ് നിങ്ങൾ, ഭാഗ്യം ചെയ്തൊരു തലമുറയാണ്. അതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യാം. അപ്പോൾ നമുക്ക് കലാമേഖലയിൽ ഉമ്മർകുട്ടി സാഹിബിനെ പോലെയൊക്കെയുള്ള ആൾക്കാർ കേരളം മുഴുവൻ അറിയപ്പെടുന്ന ആൾക്കാരാണ്. അതുപോലെ ധാരാളം പേര്, ഓരോരുത്തരും ഞാൻ എടുത്തു പറയുന്നില്ല. ഷബീർ സാഹിബ് ജലീൽ ഖാന്റെ മോനാണ്, ചെന്നൈയിൽ IT ഫേമിലാണ് വർക്ക് ചെയ്യുന്നത്. വളരെ മികച്ചൊരു കമ്പ്യൂട്ടർ പ്രൊഫഷണലാണ്. അപ്പോൾ അവർക്കൊക്കെ ഒരുപാട് അനുഭവങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാണ്ടാവും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരെ മാതൃകയാക്കി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക.